അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു സാക്ഷ്യവും വചനചിന്തയുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രചോദനവും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം പങ്കുവയ്ക്കുവാൻ അരോമ ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കോശി ജോൺ തൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ ദൈവം കൊണ്ടുവന്ന അത്ഭുതകരമായ വഴികൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കോശി ജോൺ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ആദരണീയനായ കർത്തദാസൻ ഡാനിയൽ ജോൺ ആയതുപോലെ അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അരോമ ടി വി ഒരുക്കിയ അസുലഭമായ ശ്രേഷ്ഠകരമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ അനേകരുടെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി അരോമ ടി വിയിലൂടെ കർത്താവിന്റെ ദാസൻ വളരെ അത്യുത്ഥാനം ചെയ്ത് സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെ പ്രശംസനീയവും ദൈവരാജ്യ മഹത്വത്തിനും കാരണമായി തീരുന്നു. അതായത് വരും നാടുകളിലും അരോമ ടി വിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവശക്തനായ ദൈവം എല്ലാവിധമായ ദൈവീയ പദ്ധതികളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് കോശി ജോൺ എന്നാണ്. എൻ്റെ വീട് മാവേലിക്കരയ്ക്ക് അടുത്ത് ചെറുകോൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ച് അവർ വിശ്രമത്തിലാണ്. എനിക്ക് 4 സഹോദരന്മാരാണ് ഉള്ളത്. 2 സഹോദരിമാരും 2 സഹോദരന്മാരുമാണ് ഉള്ളത്. മൂത്ത സഹോദരി കുടുംബമായി അവർ ചെങ്ങന്നൂരിൽ പാണ്ടനാട് താമസിക്കുന്നു. രണ്ടാമത്തെ സഹോദരനാണ്, അദ്ദേഹം UK കുടുംബമായി ആയിരിക്കുന്നു. മൂന്നാമത്തെ സഹോദരനാണ്, അദ്ദേഹം പൂനായിൽ സുവിശേഷപരമുള്ള ബന്ധത്തിൽ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ബർഷേബ ചർച്ചിനുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. അദ്ദേഹമാണ് എന്നെ ഈ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുവാനും ഇടയായി തീർന്നത്. നാലാമതൊരു സഹോദരി ഉണ്ട്. സഹോദരി മാവേലിക്കരയ്ക്ക് അടുത്ത് പുന്നമൂർ താമസിച്ചു അവർ കുടുംബമായിട്ട് ആയിരിക്കുന്നു. ഞാൻ വിവാഹിതനാണ്. ദൈവം ഞങ്ങൾക്ക് 2 തലമുറകളെ നൽകിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് സുജാ കോശി എന്നാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ. മൂത്ത പൈതൽ രൂഫസ് ബെൻ കോശി ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഹൈദരാബാദിൽ ജോലിയുടെ ബന്ധത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൻ ഡോൺ ബോസ്കോ പുതുപ്പള്ളിയിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വൈഫ് ഹൗസിൽ എൻ്റെ ഫാദർ ലോയെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. എൻ്റെ മദർ ലോ ഉണ്ട്. അതുപോലെ എൻ്റെ വൈഫിന് 3 സഹോദരിമാരാണ് മൂത്തതായിട്ടുള്ളത്. മൂത്ത സഹോദരി കുടുംബത്തിലുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സഹോദരിമാർ കർത്താവിൻ്റെ വേലയിലാണ്. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് ദൈവരാജ്യത്തിനു വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. എൻ്റെ ബാല്യകാലങ്ങളും യൗവനകാലങ്ങളും തികച്ചും ആത്മീയമായ ഒരു തലത്തിലായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ വളരെ അഭിമാനിക്കുകയും സന്തോഷം തോന്നുകയും ചെയ്യുന്നു. കാരണം അവരുടെ ചിട്ടയായ കാഴ്ചപ്പാടോടുള്ള പ്രവർത്തനമാണ് ഇന്ന് എന്നെ കർത്താവിൻ്റെ വേലയിൽ ഉറപ്പിച്ചു നിർത്തുകയും അനേകർക്ക് ആശ്വാസമായി തീരുവാനും ഇടയായി തീർന്നത്. എൻ്റെ ബാല്യകാലങ്ങളെ ഞാൻ ഓർക്കുമ്പോൾ 1-2 കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ പറയാതിരിക്കുന്നത് അയോഗ്യമാണെന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല,
ചെറിയ പ്രായത്തിൽ തന്നെ ദൈവവചനം പഠിക്കാൻ എൻ്റെ മാതാവ് എന്നോട് കാണിച്ച ആ വലിയ കാഴ്ചപ്പാട് അത് മറ്റൊന്നുമല്ല. രാവിലെയും അല്ലെ വൈകിട്ടും ഒക്കെ ആഹാരം ലഭിക്കണമെങ്കിൽ ഒരു വചനം കാണാതെ പറയണം. അല്ല എങ്കിൽ അടുക്കളയിൽ ഇരിക്കുന്ന എൻ്റെ മാതാവ് തിണ്ണയ്ക്ക് നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കണം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് നൽകി തന്നതുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാനോ ഒക്കെ ഒരു പ്രയാസമില്ലാതെ പല വാക്യങ്ങളും കാണാതെ പറയത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു ട്രെയിനിങ് ആയി തന്നെ കർത്താവ് തന്നു എന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുക. ഈ കാലഘട്ടങ്ങളിൽ വളരെ വിഭിന്നമായിട്ടാണല്ലോ നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ അന്നൊക്കെ ആഹാരം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ആ സാഹചര്യങ്ങൾ 10, 40, 50 വർഷങ്ങളുടെ പിന്നിലെ കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആഹാരത്തിനൊക്കെ വളരെ പ്രയാസമുള്ള സമയമാണ്. എന്നാൽ ആ പ്രയാസമുള്ള സമയത്തും ദൈവവചനം വായിക്കാനും ദൈവവചനം പറയാനും ഒക്കെ ഇടയാൽ മാത്രമേ ആഹാരം തരുത്തുള്ളൂ എന്നതായിരുന്നു അന്നത്തെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാട്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് നമ്മൾ ടിവിയോ അല്ലെങ്കിൽ മൊബൈലൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് ആഹാരം കഴിപ്പിച്ച് അവരെ എന്ത് ചെയ്യുന്നു, തൃപ്തരാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാവില്ല, ഇന്നത്തെ കാലഘട്ടങ്ങൾ വളരെ പരാജയത്തിലേക്കും തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു തലം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. എങ്കിലും അങ്ങനെ എന്നെ വളർത്തിയെടുത്തത് വന്നതുകൊണ്ട് എനിക്ക് ആത്മീയമായി വളരാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം എനിക്ക് സാവകാശം ഒരുക്കി. ഞാന് അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ആയിരുന്ന മർത്തോമാ സഭയുടെ ബന്ധത്തിൽ വളരെ ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ദൈവം സാവകാശം ഒരുക്കിയതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ടായത് ഞാൻ ഓർക്കുന്നു. ഒരു ദൈവദാസൻ, ഒരു അച്ഛൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്, ആയതുകൊണ്ട് നീ ആ നിലയിൽ തന്നെ നിലനിൽക്കണം എന്ന് എന്നോട് പറഞ്ഞ വാക്ക് എപ്പോഴും എൻ്റെ യൗവന കാലഘട്ടങ്ങളിൽ തെറ്റിപ്പോകാവുന്ന അനേക അവസരങ്ങൾ കടന്നു വന്നപ്പോഴും എന്നെ പിടിച്ചു നിർത്തുവാനും ദൈവവചനത്തിൽ നിലനിൽക്കുവാനും ഇടയായത് ഞാൻ ഈ സമയത്ത് വളരെ സ്നേഹത്തോടും നന്ദിയോടും ഞാൻ സ്മരിക്കുക. അങ്ങനെ ആ ഒരു തലത്തിൽ വന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വളരെ എല്ലാവിധത്തിലും മുൻപിൽ നിൽക്കുന്ന ഒരു വലിയ കൂട്ടുകാരാണ്. എങ്കിലും അവരുടെ യൗവന കാലങ്ങളിൽ ഉണ്ടാകാവുന്ന പല കൂട്ടുകെട്ടുകളിലും ഈ ഒരു വാക്ക് എന്നെ മാറ്റി നിർത്തിയിട്ട് ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ എൻ്റെ ബാല്യകാലങ്ങളിലും യൗവനകാലങ്ങളിലും ഇടയായത് കർത്താവിന് ഞാൻ നന്ദി കരേറ്റുന്നു. അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് സാരാംശം, അന്ന് ദൈവം അങ്ങനെ ഒരു നിയോഗം തന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ വെളിപ്പാടിലും ആ ഭയത്തിലും വളരാൻ ദൈവം എനിക്ക് എന്ത് ചെയ്തു, ഒരു സാവകാശം ഒരുക്കി. ഞാൻ എൻ്റെ പഠനം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് തോപ്പിൽ സ്കൂൾ എന്നാണ് പറയുന്നത്. അവിടെയാണ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. അതിനുശേഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മാവേലിക്കരയിൽ ബിഷപ്പ് ഹോർഡിയസ് ഹൈസ്കൂൾ BH ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അതിനുശേഷം പരമ്പരയുള്ള ദേവസ്വം ബോർഡിന്റെ പമ്പ കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ ITI പഠനത്തുള്ള ബന്ധത്തിൽ കടന്നുപോയി. അത് കല്ലുമലയിൽ മാർ ബെസാലിയോസ് ITC എന്ന് പറയും, അവിടെയാണ് ITC കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം അതിനുള്ള ബന്ധത്തിൽ ഞാൻ ട്രാൻസ്ഷൻ സിവിലായിരുന്നു പഠിച്ചത്. അതിനുള്ള ബന്ധത്തിൽ ഓട്ടോകാഡും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ചെയിൻ സർവേ എന്നൊരു കോഴ്സ് ചെയ്തു. അങ്ങനെ വിവിധ കോഴ്സുകൾ പഠിക്കാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം സാവകാശങ്ങളെ ഒരുക്കി. അപ്പോൾ തന്നെ ഞാൻ ഈ സാഹചര്യത്തിലൊക്കെ ആയിരിക്കുമ്പോഴും ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ സുവിശേഷ വേല എൻ്റെ ഒരു അടങ്ങാത്ത ആഗ്രഹവും ഒരു വലിയ താല്പര്യവും ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ കൂട്ടായ്മകളാണെങ്കിലും ആയതുപോലെ കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ രീതിയിൽ ഞാൻ വളർന്നു വരാൻ കർത്താവ് എനിക്ക് സാവകാശം ഒരുക്കി. ഞാനായിരുന്ന ആ സമൂഹം അതിന് എനിക്ക് പൂർണ്ണ പിന്തുണ തന്നു എന്നതും എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം സുവിശേഷീകരണത്തിന് വളരെ ആശ്വാസകരവും വളരെ ഉത്സാഹപരമായ പിന്തുണയായിരുന്നു ഞാനായിരുന്ന ആ സമൂഹത്തിൽ അന്ന് എനിക്ക് ലഭിച്ചിരുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ കാലഘട്ടങ്ങളിൽ വളരെ വ്യാപൃതനായിരുന്നു. കാരണം
ഞാൻ BBSന്റെ ഉള്ള ബന്ധത്തിൽ അനേക ഇടങ്ങളിൽ സുവിശേഷീകരണത്തിനായി ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ വരുമ്പോൾ ആദ്യമായി ഞാൻ BBS നടത്താൻ പോകുന്നത് കോന്നിക്കടുത്ത് കൊല്ലമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയുള്ള ഒരു മർത്തോമസ് ചർച്ചിലാണ് കടന്നു പോകുന്നത്. അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഉത്സാഹമുണ്ട്, എങ്കിലും അകത്തൊരു ഭയമുണ്ട്. കാരണം ആദ്യമായി എൻ്റെ ഭവനം വിട്ട് വന്നിരിക്കുന്നു, പിന്നെ ഒരു പുതിയ സമൂഹത്തോട് ചില ദിവസങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാധാരണയായി ഞായറാഴ്ചകളിൽ ഈ BBS സൺഡേ ആയതുകൊണ്ട് ഡയറക്ടർമാരായിരിക്കണം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ എന്നതൊരു ക്രമീകരണം അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ആഴ്ചയിൽ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാൻ ഒരു അവസരം ലഭിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യം. കാരണം കുഞ്ഞുങ്ങളുടെ ഇടയിൽ പല കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ദൈവവചനം അങ്ങനെ ആധികാരികമായി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു തലത്തിലൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ വളരെ ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ദൈവത്തിന്റെ ആലോചനയൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഞാനൊരു ഡയറി എടുത്തിട്ട് എന്താണ് പ്രസംഗിക്കേണ്ടത് ഇതെല്ലാം A to Z ആ കാര്യങ്ങളെല്ലാം എഴുതി എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ എഴുതി ഒക്കെ വലിയ കാര്യത്തിൽ എഴുതി ഒരു ഡയറി എടുത്തുകൊണ്ട് പോയി. അവസാനം എന്നെ ഇതുപോലെ ദൈവവചനം പ്രസംഗിക്കാനായി ക്ഷണിച്ചു. ഞാൻ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നോട് പറഞ്ഞത് 20 മിനിറ്റ് ആണ് സമയം. അപ്പോ ഞാൻ ഈ ദൈവത്തിന്റെ വചനവുമായി ഈ ഡയറിയുമായി സ്റ്റേജിൽ വന്ന് ഒരു വാക്യം വായിച്ചു. എല്ലാവരും ഒന്ന് വന്ദനം ചെയ്ത ശേഷം വാക്യം വായിച്ച് പ്രാർത്ഥിക്കുവാനായി പറഞ്ഞു. പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു കാര്യം പറയും, എൻ്റെ കൈ അറിയാതെ ഈ ഡയറി ഞാൻ തുറന്നു വെച്ചിരിക്കും. ഈ ഡയറി എന്ത് ചെയ്തു, മറിഞ്ഞ് താഴെ പോയി. അപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യം, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് താളുകൾ മറിക്കാൻ ഞാൻ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായി. എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ആ വലിയ ഫലമായി ദൈവം എന്നെ ആ സമയത്ത് നന്നായി ദൈവവചനം പങ്കുവയ്ക്കാൻ ദൈവം സഹായിച്ചു. ഏകദേശം 20 മിനിറ്റാണ് എനിക്ക് തന്നെങ്കിലും 35 മിനിറ്റോളം ഞാൻ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാനും, അതുപോലെ ഞാൻ കാണാനായിട്ട് ഇടയായ ഒരു കാര്യം എന്ന് പറഞ്ഞത് മാതാപിതാക്കളൊക്കെ ഇരുന്ന് കരയുന്ന ഒരു പ്രത്യേക ഒരു ആത്മീയ തലത്തിലേക്ക് ദൈവം നയിച്ചു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് അനേകർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഈ കാലഘട്ടങ്ങൾക്ക് ആവശ്യമേറിയ ഒരു ദൈവത്തിന്റെ ആലോചനയാണ് ദൈവദാസനിലൂടെ തന്നതെന്ന് പറയാനായിട്ട്. ഞാൻ ഇത് പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻപോട്ട് പോകുവാനും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് അനുഭവിപ്പാനും ഇടവരും. അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അവസരമായിരുന്നു. കാരണം ആദ്യമായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഓർമ്മയായിരുന്നില്ല. അതാണ് ഞാനിന്ന് ഇതൊന്ന് ഓർക്കുവാൻ ഇടയായിത്തീർന്നത്. അതിനുശേഷം ഞാൻ പല മണ്ണൂര്, കോഴിക്കോട്, ഇതുപോലെ നിലമ്പൂര്, കിഴക്കമുത്തൂര്, കുറത്തിയാട് എന്ന് വേണ്ട പല ഇടങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ പേരോട് ബന്ധത്തിൽ കടന്നു പോകുവാനും അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലത്തിലായിരുന്നു ഞാൻ മുൻപോട്ട് കടന്നു വന്നത്. അപ്പോൾ തന്നെ ഈ പെന്തക്കോസ് എൻ്റെ ആരാധനയൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പെന്തക്കോസുകാരെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമില്ലാത്ത ഒരു തലമായിരുന്നു. കാരണം മർത്തോമക്കാരെ പലരെ അവരെന്ത് ചെയ്യുന്നു, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് മർത്തോമ സഭയിൽ നിന്ന് ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മർത്തോമക്കാരനായി ജനിച്ചു, ഒരു മർത്തോമക്കാരനായിട്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടും ആത്മീയമായി ഒരുവിധം ക്രമീകരിക്കപ്പെട്ട തലങ്ങൾ എനിക്ക് അനുവദനീയമായിരുന്നത് കൊണ്ടും അങ്ങനെ പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് പെന്തക്കോസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവമല്ല, ആ സമൂഹത്തിന്റെ പ്രവൃത്തികൾ എന്നെ വളരെ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ അതുപോലെ ഞാൻ അവരോട് കൈപ്പേറിയതായ അനുഭവങ്ങളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോഴൊക്കെ പാസ്റ്റർമാര് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ അവര് സ്നേഹത്തോട് കരം കൊടുത്തിട്ട് പറയും ഇരിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകും. ചില സമയത്ത് ദൈവദാസന്മാർ ഭവനത്തിൽ വരുമ്പോൾ അവരുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയും
തർക്കുത്തരങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന സാരാംശം, അങ്ങനെയൊക്കെ ഇരുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് ദൈവം ഈ ഭാഗത്തേക്ക് പിന്നത്തേതിൽ എന്നെ വേർതിരിച്ചത് എന്ന് ഞാൻ ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ BBS കഴിഞ്ഞു, പല കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയി. ഞാൻ തിരുവല്ലയിലുള്ള ഒരു CT തോമസ് എന്ന് പറയുന്ന പുല്ലാട് ബാബു എന്നറിയപ്പെടുന്ന കർത്താവിന്റെ ദാസന്റെ ഒരു കൂട്ടായ്മയിലായിരുന്നു തുടർമാനമായി കടന്നുപോയിക്കൊണ്ട് എല്ലാ ബുധനാഴ്ചകളിലും അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ തന്നെ മാവേലിക്കരയിൽ CSI മർത്തോമ എല്ലാ സഹോദരങ്ങളോട് ചേർന്ന് നടക്കുന്ന എക്യുമെനിക്കലായിട്ടുള്ള കൂട്ടായ്മകൾ, അങ്ങനെ പുറകാലെ ഞങ്ങളുടെ ഭവനത്തിലും എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച വൈകിട്ട് ഒരു പ്രത്യേക മീറ്റിംഗ്. ആ രീതിയിൽ ഞങ്ങൾ മുൻപോട്ട് ആത്മീയമായിട്ട് കടന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ യൗവനകാലങ്ങളിലും ആ സമയങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അങ്ങനെ മുൻപോട്ട് ഞങ്ങൾ കടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ മൂത്ത സഹോദരൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എൻ്റെ ചെറിയ പ്രായത്തിലെ തന്നെ കർത്താവിന്റെ വേല ചെയ്യണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ആ രീതിയിൽ വന്നു. എങ്കിലും എൻ്റെ പ്രിയ സഹോദരൻ പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജോലി വിട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബ സാഹചര്യം അനുസരിച്ച് പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. ആയതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജോലിയോട് കൂടെ കർത്താവിന്റെ വേല ചെയ്യണം എന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഫുൾ ടൈം മിനിസ്ട്രി എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും മാറി. കാരണം കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. പെട്ടെന്നാണ് സഹോദരൻ അങ്ങോട്ട് ആ തലത്തിലേക്ക് മാറ്റപ്പെട്ടത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആദ്യ ഫലം കൂടെയായിരുന്നു അദ്ദേഹം. ഒത്തിരി കഷ്ടങ്ങൾ, വേദനകൾ അനുഭവിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. എങ്കിലും ആ തലം അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജോലിയോടുകൂടെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമല്ല, ഒരു ദൈവദാസൻ പിന്നീട് എന്നോട് പറഞ്ഞൊരു കാര്യം, നീ എന്ത് ചെയ്യും, വിദേശത്ത് പോയി ജോലി ചെയ്യും, അതിനുശേഷമായിരിക്കും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് എന്നൊരു ദൈവീയ ദൂതും എന്നോട് പറഞ്ഞിരുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ച് ഞാൻ അതിനുശേഷം ബോംബെയിൽ കടന്നുപോയി. ബോംബെയിൽ ഓർലം മർത്തോമ ചർച്ചിന്റെ അംഗമായിട്ട് ചില നാളുകൾ ഉണ്ടായിരുന്നു. അവിടെയും ആത്മീയമായിട്ടൊക്കെ വളരെ സന്തോഷത്തോട് പോയി. എന്നാൽ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവ വചനത്തെ പ്രസംഗിക്കുന്നെങ്കിലും പല മീറ്റിങ്ങുകൾ നടത്തുന്നെങ്കിലും ദൈവമായ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം പലപ്പോഴും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. കാരണം പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും പല പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ല. അപ്പോ മാനുഷികമായി പല ചിന്തകളും ചില ഒക്കെ ഉണ്ടായെങ്കിലും ഞാൻ 1997 ജനുവരി മാസം 29, 30, 31 3 ദിവസങ്ങളിൽ ദൈവസന്നദ്ധിയിൽ പൂർണ്ണമായി വേറിട്ടിരുന്ന് ഉപവസിപ്പാനായിട്ട് ദൈവം ഒരു സാവകാശം നൽകി. കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നൊരു ഭാഗത്തുണ്ട്, ഭാഗികമായി ചെയ്യണമെന്നുണ്ട്. അങ്ങനെയൊക്കെ പല തലങ്ങൾ എന്നെ വ്യാകുലപ്പെടുത്തുന്നത് കൊണ്ട്, പല വിഷയങ്ങളുടെ മേൽ വിടുതലുകൾ ലഭിക്കേണ്ടത് കൊണ്ട് ഞാൻ എന്തിനും ദൈവസന്നിധി ദൈവത്തോടൊരു ആലോചന ചോദിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിപ്പാൻ, നീ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്തും എന്നൊരു ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെടുവാനും, അങ്ങനെ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവേ, നീ എന്താഗ്രഹിക്കുന്നു, നീ ഏത് വഴി എനിക്ക് വേണ്ടി തുറക്കുന്നു, നിന്റെ ഹിതം എന്താണോ അത് ഞാൻ ചെയ്യാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 1997 ഡിസംബർ മാസം 31-ാം തീയതി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതിനുള്ള ശേഷമുള്ള ചില ദിവസങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ശീഘ്രമായി ചില ദൈവപ്രവൃത്തികളെ വെളിപ്പെടാനായിട്ടിടയിൽ പെട്ടെന്ന് എൻ്റെ മൂത്ത സഹോദരൻ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്നെ കൊണ്ടുപോകാൻ ഒരു ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ ഞാൻ ഏപ്രിൽ മാസം 1-ാം തീയതി ഞാൻ സൗദി അറേബ്യയിൽ ജോലിയുടെ ബന്ധത്തിൽ കടന്നു ചെല്ലുവാനായിട്ടിടയായി. ഞാനും എൻ്റെ മൂത്ത സഹോദരൻ ജേക്കബ് ജോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും ഞങ്ങൾ ഒരുമിച്ച് മുൻപിലും പിൻപിലുമായിട്ടിരുന്ന് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യം ഒരുക്കി. അങ്ങനെ ഞാൻ ആ രാജ്യത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമായി ആരാധന കൂട്ടായ്മ യോഗങ്ങൾക്കൊക്കെ പോയിരുന്ന എനിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ യോഗം കിട്ടാതെ വളരെ ഭാരപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചു, ഇവിടെ നമ്മുടെ മർത്തോമയുടെ പ്രാർത്ഥനകളോ
അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ, ഇത് കേരളമല്ല, ഇത് സൗദി അറേബ്യയാണ്. ഇവിടെ ആയതുകൊണ്ട് അങ്ങനെയായ യാതൊരു ക്രമീകരണങ്ങളും നമ്മുടെ ഭാഗത്തുള്ള ഒരു ക്രമീകരണം ഇല്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ രഹസ്യമായി ചില സഹോദരങ്ങൾ, അത് പെന്തക്കോസ്തുകാരുടെ ചില മീറ്റിങ്ങുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും ഈ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയൊക്കെ ആ ഒരു ഉത്സാഹത്തിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് അങ്ങനെയാണെങ്കിലും ഒരു പ്രാർത്ഥനയൊക്കെ നമുക്ക് കിട്ടുന്നത് നല്ലതല്ലേ. അപ്പൊ അവരുടെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കായംകുളത്തുള്ള ഒരു ജോൺ സഹോദരന്റെ കുടുംബത്തെ എന്ത് ചെയ്തു, പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ ആ ടീം ആ ഭവനത്തിൽ ചെല്ലുകയും അവരോടൊപ്പം തുടർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് എനിക്ക് സാവകാശം. ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷത്തിന്റെ കാര്യമാണ്. ഒരു ഇടുങ്ങിയ മുറിക്കകത്ത് സൗണ്ട് പ്രൂഫ് ആയിരിക്കുന്ന ഒരു മുറിക്കകത്തിൽ ഒരു 10-70 ആൾക്കാർ വന്ന് ഒരുമിച്ച് തീയിൽ ആരാധിക്കുന്ന ഒരു ആരാധന എൻ്റെ ജീവിതത്തിൽ വളരെ എന്ത് ചെയ്തു, സന്തോഷകരമാക്കി തീർത്തു. എന്നെ മറന്ന് പലപ്പോഴും ഞാൻ അവിടെ ആരാധിക്കാനും കർത്താവിനെ ഉയർത്താനും ദൈവം എന്നെ ഒരുക്കി. ഇതൊക്കെ ഞാൻ മുമ്പേ ഓർപ്പിച്ചു, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ് ആയിരുന്നു. പിന്നീടാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഒരു കണക്ക് ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതകൾ ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ ദൈവം എന്നെ എന്ത് ചെയ്തു, സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു കൂട്ടായ്മയിലേക്ക് ആക്കി. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളെ മനസ്സിലാക്കാനും ആ രീതി മുൻപോട്ട് വരാനും ഇടയായി എന്ന് അവൻ ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ അങ്ങനെ ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഒരു പുതിയ വ്യക്തി വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ചെയ്യുന്ന ആ വ്യക്തിയെ പിന്നെ ക്യാൻവാസ് ചെയ്ത് അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ വചന ആഴമായി പറഞ്ഞ് ദൈവവചനത്തിൽ ഉറപ്പിക്കുകയും അതുപോലെ അവരെ വചനം അനുസരിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളൊക്കെ മുമ്പിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെ അവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, പ്രിയ ബാവുച്ചാൻ. അദ്ദേഹം നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരനാണ്, പാറേപ്പള്ളിയുടെ മുൻ അംഗമായിരുന്നു. എന്നാൽ അദ്ദേഹം സൗദി അറേബ്യയിൽ വന്ന് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ തീഷ്ണത തന്നിൽ മുൻപിൽ നിന്നതുകൊണ്ട് എന്നെ അടുത്ത് വന്ന് എന്നോട് വചനത്തെ കുറിച്ചൊക്കെ പറയാനും സ്നാനത്തെ കുറിച്ച് സംസാരിപ്പാനും ഒക്കെ ഇടയായി. അദ്ദേഹം ഒരു ദിവസം എൻ്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരം തുടങ്ങി. അവസാനം ഞങ്ങൾ തമ്മിൽ അടിയല്ലാത്ത വിധത്തിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പിരിയേണ്ടി വന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധന പങ്കെടുക്കുക എന്നതും അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. സ്നാനപ്പെടുവാനോ അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ തലത്തിൽ മുമ്പോട്ട് പോവുകയല്ല. ഞാൻ ആ രാജ്യത്ത് വന്നപ്പോൾ എനിക്ക് ആരാധിക്കാൻ, അപ്പം എൻ്റെ ഹൃദയം, എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ആഗ്രഹിച്ച ഒരു ആരാധന എനിക്ക് ലഭിച്ചത് കൊണ്ട് ആ രീതി മുമ്പോട്ട് പോകണം. തീർച്ചയായും പെന്തക്കോസ്തിന്റെ അല്ലെങ്കിൽ സ്നാനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാനായിരുന്ന സമൂഹത്തിൽ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ മാവേലിക്കര കാലാഴ്മ അസംബ്ലികളുടെ സഭയില് ഒരു ദേവദാസൻ, അദ്ദേഹം സാങ്കുട്ടി പാസ്റ്റർ, അദ്ദേഹം ആ സമയത്ത് അവിടെ വന്ന് പ്രവർത്തിച്ച സഭയുടെ ഒരു വളർച്ച കാലഘട്ടമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മർത്തോമ സഭയിലെ ഒരു യൗവനക്കാരൻ ഇതിനകത്തിന് ആകർഷിതനായി അദ്ദേഹം സ്നാനപ്പെടാനായിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് ഞാൻ അറിയുകയും അതിന് ആ അറിവിൻ പ്രകാരം എനിക്ക് വളരെ പ്രയാസമുണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ എന്താണ് പാരമ്പര്യത്തിന്റെ കുറെ കാലങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ മാക്സിമം വഴക്കുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ആ ഭവനത്തെ കയറ്റി വിട്ട് അദ്ദേഹം ചെന്ന് തന്റെ സഹോദരനുമായി വഴക്കുണ്ടായി ആ സ്നാനം എന്ത് ചെയ്ത് മുടക്കി. എന്നാൽ അങ്ങനെയൊക്കെ ആയിരുന്ന ഒരു അനുഭവമായിരുന്നു ഞാൻ. കാരണം പെന്തക്കോസ് ഇഷ്ടമാണെങ്കിലും പെന്തക്കോസിലേക്ക് ആൾക്കാർ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആയതുകൊണ്ട് അങ്ങനെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ ബാവുച്ച വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തോടും എന്ത് ചെയ്തു, തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹം വളരെ വേദനിക്കപ്പെട്ടവനായി ഈ സഹോദരൻ ഇനി ഒരിക്കലും സ്നാനപ്പെടത്തില്ല എന്നൊരു ചിന്തയോടാണ് ആ ഭവനത്തിൽ നിന്ന് അന്ന് രാത്രിയിൽ മടങ്ങിപ്പോയത്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇത് സത്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്നിലെ പാരമ്പര്യം എന്നെ എന്ത് ചെയ്യുന്നില്ല,
അത് അംഗീകരിക്കുന്നില്ല. എങ്കിലും ദൈവസന്നെ പിന്നെയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ദൈവമുഖത്തേക്ക് ആലോചന അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിനുള്ള ബന്ധത്തിൽ ദൈവസന്നെ ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവിന്റെ കൽപ്പന അനുസരിക്കണമെന്ന്. അപ്പോ അങ്ങനെ ചിന്തിച്ചു. ഞാന് സഭയിൽ സാക്ഷി പറയാനായിട്ട് ഇടയായി. ഇത് കേട്ടപ്പോൾ ആ പ്രിയ ബാബുച്ചാന്റെ മുഖത്തേക്ക് ഞാൻ ഒന്ന് നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്തെ പ്രകാശം എന്ന് പറയുന്നത് വളരെയായിരുന്നു. തുള്ളിച്ചാടുന്ന, കാരണം ഒരിക്കലും സ്നാനപ്പെടത്തില്ല എന്ന് ചിന്തിച്ച ഒരു വ്യക്തി സ്നാനപ്പെടുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം, അദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ 1997 നവംബർ മാസം 27-ാം തീയതി ഉള്ള GM വർഗീസ് എന്ന് കർത്താവിൽ ശ്രമിക്കുന്ന കർത്താവിന്റെ ദാസന്റെ കൈക്കീഴിൽ റിയാദിൽ ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടാൻ കർത്താവ് കൃപ നൽകി. അതാണ് എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എൻ്റെ സഹോദരനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഞാനിത് സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചു. കാരണം പുള്ളിക്കറിയാം ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഞാൻ അത്ര സ്നാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഒക്കെ ആയതുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ജ്യേഷ്ഠത്തെയും പുള്ളിക്കാരിയും ഒന്ന് ചിരിച്ചു. നടക്കാത്ത കാര്യമാണ് എന്ന രീതിയിൽ അവര് ഇടപെട്ടു. എങ്കിലും ഞാൻ പോയി സ്നാനപ്പെട്ടു. അങ്ങനെ ദൈവസഭയുടെ ഭാഗമായി തീരാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ കൃപ നൽകി. അപ്പോഴാണ് എൻ്റെ മനസ്സിന് വളരെ ഭാരമുണ്ടായത്. ഞാൻ മുഖാന്തരം സ്നാനപ്പെട്ട ഒരു സഹോദരനെ സ്നാനപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. അന്നു മുതൽ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഒരവസരം കൊടുത്താൽ അദ്ദേഹത്തിനും വരും ദിവസങ്ങളിൽ സ്നാനപ്പെടാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കൃപയാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും സ്നാനപ്പെട്ടു. ഇന്ന് അവർ കുടുംബമായി US-ലാണ്. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ സ്നാനപ്പെട്ട ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇയർ എൻഡിങ്ങിന്റെ സമയത്ത് സഭയിൽ 21 ദിവസത്തെ തുടർമാനമായ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. 24 മണിക്കൂർ കണ്ടിന്യൂസ് ചെയിൻ പ്രയർ ക്രമീകരിച്ചതുകൊണ്ടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ബ്രേക്ക് ടൈമിലാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ടൈം എടുത്തത്. അങ്ങനെ അവധിയുള്ള സമയത്ത് ജ്യേഷ്ഠന്റെ ഭവനത്തിൽ വരും. അപ്പം ജ്യേഷ്ഠന്റെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സാവകാശം സൗണ്ടൊക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഞങ്ങളുടെ സഭയിലുള്ള ഒരു മോൻസിയങ്കിളിന്റെ റാന്നിക്കാരനായിരിക്കുന്ന മോൻസിച്ചാന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അവിടെ ഇരുന്ന് ദൈവാസന്നിധിയിൽ പ്രാർത്ഥിച്ച് എൻ്റെ സമയം പൂർത്തീകരിച്ച് പുറത്തേക്ക് വരുമ്പോൾ റാന്നി തന്നെയുള്ള ഒരു തോമസ് ബ്രദർ ഉണ്ടായിരുന്നു, മറ്റൊരു സഹോദരൻ. ഞങ്ങൾ 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ തോമസ് ബ്രദർ എന്നോട് ചോദിച്ചു. ഇന്ന് തോമസ് ബ്രദർ കർത്താവിന്റെ വേലയിലാണ്, റാന്നിയിൽ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിലായിരിക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബ്രദറെ, അഭിഷേകം പ്രാപിപ്പാൻ അന്യഭാഷ അടയാളത്തോട് ദൈവത്തെ ആരാധിപ്പാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പല ബലപ്പെട്ടെങ്കിലും അന്യഭാഷയെ പൂർണ്ണതയോടെ നിറഞ്ഞൊന്ന് ആരാധിപ്പാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ആ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അല്പനിമിഷം ആ പ്രാർത്ഥന മുൻപോട്ട് പോയപ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ ആഴമേറിയ ഒരു പ്രവൃത്തി, ഒരു നദി ഒഴുകുന്നത് പോലെ എൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ അന്യഭാഷയിൽ നിറഞ്ഞ് നൃത്തം ചെയ്ത് ആ രാജ്യത്ത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം എന്നെ സഹായിച്ചു. അതെന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഞാൻ ഓർക്കുന്നത്, അത് ഒരു വ്യാഴാഴ്ച വൈകിട്ടാണ്. വൈകുന്നേരം 5 മണിയായ സമയത്താണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. അതിനുശേഷം വൈകിട്ടത്തെ മീറ്റിങ്ങിൽ അതിൻ്റെ ഒരു വലിയ പകർച്ചയുണ്ടായി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച പകലത്തെ ആരാധനയിൽ അതും വലിയൊരു ആത്മപ്രവൃത്തി ദൈവം എൻ്റെ മേൽ വെളിപ്പെട്ടു. ആ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ പോലും പെട്ടെന്ന് അന്യഭാഷയായിരുന്നു എൻ്റെ വായിലേക്ക് വന്നിരുന്നത്. അത് പറഞ്ഞൊന്നും പിടിച്ചു നിർത്തിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ചിലരോട് പറയാനായിട്ട്. എൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട്. അതൊരു ബ്രദറൻ സഭയിലെ ഒരു സഹോദരനാണ് നടത്തുന്നത്. ആ കടയിൽ ശേഷം ഒരു സാധനം വാങ്ങിക്കാൻ എന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ ഓടിച്ചെന്ന് ഒരു സാധനം പറയാനായിട്ട് പോകുമ്പോൾ തന്നെ അതിനു മുമ്പ് അന്യഭാഷയാണ് എൻ്റെ വായിൽ വരുന്നത്. ഞാൻ അങ്ങനെ
വളരെ നിയന്ത്രിച്ചായിരുന്നു ആ ദിവസങ്ങളൊക്കെ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിച്ചത്. അങ്ങനെ ഒരു വലിയ ആത്മപ്രവൃത്തി സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ പകർന്നു. അങ്ങനെ ആ രാജ്യത്ത് വളരെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം എന്നെ ബലപ്പെടുത്തി. അതിനുശേഷം 1998 ഓഗസ്റ്റ് മാസം ഞാൻ നാട്ടിൽ വരാനായിട്ട് ഇടയായി. നാട്ടിൽ നാട്ടിൽ പറഞ്ഞു ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നു എന്ന്. അതിൽ ഏറ്റവും സന്തോഷിച്ച എൻ്റെ മൂത്ത സഹോദരനും ജ്യേഷ്ഠത്തിയെ. കാരണം ഞാൻ ഒത്തിരി എൻ്റെ ജ്യേഷ്ഠത്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പെന്തക്കോസ്തുകാരി ആയതുകൊണ്ട് വേദനിപ്പിക്കാവുന്ന എല്ലാ തരത്തിലും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവരേറ്റവും സന്തോഷിപ്പാനായിട്ട് ഇടയായി. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞു, നീ പെന്തക്കോസ്തിലേക്കൊക്കെ വന്നത് നല്ല കാര്യം, എങ്കിലും അതൊക്കെ സൗദി അറേബ്യയിൽ ആയിരിക്കണം, ഇവിടെ നമ്മുടെ പഴയ തലത്തിൽ തന്നെ കടന്നു പോകണം എന്ന് എന്നോട് പറഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ പിതാവോട് സ്നേഹത്തോട് പറഞ്ഞു, ഞാൻ 2 വള്ളത്തിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ആയതുകൊണ്ട് വിവാഹം കഴിക്കുവാണെങ്കിലും അതുപോലുള്ള ഒരു വീണ്ടെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിനെ മാത്രമേ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്ന് പറയാനായിട്ട് ഇടയായി. അതിനുശേഷം ഞാൻ കാരായ്മ അസംബ്ലി സഭയുടെ മെമ്പർഷിപ്പ് എടുത്തു. ഞാൻ ചെറുകോൽ മർത്തോമ ചർച്ചിന്റെ മെമ്പർഷിപ്പ് ഞാനൊരു കത്ത് എഴുതി, ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതുകൊണ്ട് തുടർന്ന് ഈ സഭയുടെ ഭാഗമായി തീരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു റെസിഗ്നേഷൻ കത്ത് സഭയ്ക്കും കൊടുത്ത ശേഷം ഞാൻ കാരായ്മ അസംബ്ലി സഭയുടെ ഭാഗമായി തീരുകയും തുടർന്ന് ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു അനുസരിച്ച് ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തക്ക തുണയെ ദൈവം ഒരുക്കി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യും. കിടങ്ങന്നൂരാണ് എൻ്റെ പ്രിയപ്പെട്ടവളുടെ വീട്. 1998 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഞങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളോട് ഒരു കാര്യം വിവാഹത്തിന് മുമ്പേ പറഞ്ഞു, കർത്താവിന് വേല ചെയ്യണമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ദൈവം എനിക്ക് എപ്പോഴൊരു പൂർണ്ണ നിയോഗം തരുമോ ആ നിയോഗത്തിൽ ഞാൻ ജോലി വിട്ടൊക്കെ ഇറങ്ങും. പൂർണ്ണ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ആ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ആ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായി താല്പര്യപ്പെടാവൂ എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, അതിനെന്നെ ദൈവം നിയോഗിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം. കർത്താവിന്റെ വേല ചെയ്യണമെന്ന് അദ്ദേഹത്തിനും വളരെ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, തൻ്റെ സഹോദരിമാരൊക്കെ കർത്താവിന്റെ വേലയിൽ അവരനുഭവിച്ച കഷ്ടങ്ങളും വേദനകളും ഒക്കെ കണ്ടതുകൊണ്ട് ഒരു ജോലിയോടെ കൂടെ ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ തുടർമാനമായ പ്രാർത്ഥനയും ഞാൻ വെച്ച ചില നിയോഗങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ 2000-ൽ ഞാൻ ജോലിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ടിടയായി. അത് പറയുമ്പോൾ ഞാൻ 99 വിവാഹം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ച് സൗദി പോയി. സൗദിയിൽ നിന്ന് കുടുംബമായി ഒരുമിച്ചായിരിക്കണം എന്നൊരാഗ്രഹത്താൽ ഞാൻ സൗദിയിൽ നിന്ന് ചില നാളുകൾക്ക് ശേഷം വിസിറ്റിംഗ് വിസയിൽ ദുബൈയിൽ വന്നു. കാരണം ദുബൈയിലാകുമ്പോൾ കുടുംബമായി പോകാം എന്നൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അങ്ങനെ വന്ന് ഞാൻ മായാലി മണ്ണിൽ പ്രിയ മോഹൻ ചാൻ അവിടെ ഷാരോൺ ചർച്ചിലെ പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ താമസിച്ച് ഞാൻ ജോലി അന്വേഷിച്ചു. അപ്പോൾ തന്നെ 1-2 സഹോദരന്മാർ ജോലി ഇല്ലാത്തവരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ വൈകിട്ടൊന്ന് കൂടും. അവിടെ ദുബൈയിൽ ദേറായിലുള്ള പബ്ലിക് പാർക്കിൽ ഞങ്ങൾ വൈകുന്നേരം ഒരുമിച്ച് കൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഒരു വഴി ദൈവം തുറക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേര് ഉണ്ടായിരുന്നു, ജോലിയില്ലാത്ത. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കൃപയാൽ ആദ്യം ദൈവം എനിക്ക് വഴി തുറന്നു. തുടർന്ന് അവർക്കും ദൈവം വഴി തുറക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രകാശ് എന്നാണ് ഒരാളുടെ പേര്, അദ്ദേഹം ഇന്ന് US-ലാണ്. അങ്ങനെ ദൈവകൃപയാൽ എനിക്ക് ജോലി ലഭിച്ചു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഇവിടെ വിസ ക്രമീകരിച്ച് തുടർന്ന് ചില നാടുകൾ ദുബൈയിൽ ആയിരുന്നു. ഞാൻ അപ്പോൾ ഇമ്മാനുവേൽ അസംബ്ലി ചർച്ച് ദുബൈയിലുള്ള ചർച്ചിനുള്ള ബന്ധത്തിൽ ആയിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അന്ന് അവിടെ ഇരുന്ന ദൈവദാസൻ സാംകുട്ടി ജോൺ എന്ന് പറഞ്ഞ കർത്തദാസനായിരുന്നു ആ സഭയുടെ ശുശ്രൂഷകൻ. അദ്ദേഹം എൻ്റെ
ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന എൻ്റെ മാതൃസഭയുടെ ശുശ്രൂഷകനായിട്ട് വന്ന കാലത്തിൽ ഞാൻ അദ്ദേഹവുമായിട്ട് ഒത്തിരി വാഗ്വാദങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാക്കിയതും ഒക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയിൽ തന്നെ ഒരു ഭാഗമായി തീരണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഞാൻ ഇമ്മാനുവേൽ അസംബ്ലീസ് സഭയുടെ അംഗമായി ആ ദേശത്ത് പ്രായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ജോലി ചെയ്യണം, കർത്താവിന്റെ വേല ചെയ്യണം, ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹം എൻ്റെ മുമ്പിൽ കടന്നതുകൊണ്ടും അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് വരുമ്പോൾ ദൈവം എനിക്ക് അനുകൂലമായി ഞാൻ ദൈവസന്നിധിയിൽ ചില അടയാളം വെച്ച് പ്രാർത്ഥിച്ചതനുസരിച്ച് ചില ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ ആഴെന്ന് അറിഞ്ഞില്ല, ആഴമാരഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിലെന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് ജോലി വിട്ട് ഞാൻ ഇറങ്ങി വരാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രിയപ്പെട്ടവർക്ക് അത് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം വിദേശ രാജ്യം സ്വപ്നം കണ്ട് വിദേശത്ത് കുടുംബമായി താമസിക്കണം എന്നൊക്കെ ഒരു ചിന്താഗതിയിൽ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് പെട്ടെന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എങ്കിലും അതിനെ ഗ്രാജുവലി അത് ഏറ്റെടുക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഞാൻ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു പ്രത്യേക അനുഭവമായിരുന്നു പിന്നീട് ഞാൻ അനുഭവിപ്പാനായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അനുകൂലമായി നിന്ന എല്ലാവരും എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായി. ഞാൻ ദുബൈയിലുള്ള എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ വളരെ ഡിസ്കറേജ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഇവിടെ നിന്ന് ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂടെ കർത്താവിന്റെ വേല ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചു. മറ്റൊരു എന്നെ സ്നേഹിക്കുന്ന ഒരു സെബാസ്റ്റ്യനുണ്ട്, പീറ്റർ സെബാസ്റ്റ്യൻ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചേ, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചേ, ഇവിടെ നിന്ന് 4 മണിക്കൂർ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തേക്ക് എത്താൻ. എന്നാൽ ഇനിയും ജീവിതത്തിന് മുമ്പിൽ ഒത്തിരി സമയങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് സ്റ്റെപ്പ് വെക്കാൻ എന്നോട് പറഞ്ഞു. എന്നാൽ ദൈവം തന്ന നിയോഗം എൻ്റെ അകത്തടങ്ങളിൽ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്നേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ദൈവം എനിക്കൊരു വ്യക്തമായ ഒരു ഗൈഡൻസ് തന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ അവരൊക്കെ എന്നെ പ്രാർത്ഥിച്ച് നാട്ടിലേക്ക് അയപ്പാനായിട്ട് ഇടയായി. അപ്പോൾ ഇമ്മാനുവേൽ അസംബ്ലീസ് ചർച്ച് എനിക്ക് അപ്പോൾ പഠനത്തോടുള്ള ബന്ധത്തിൽ ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ അത് ബാംഗ്ലൂർ ബേസ് ആയിരുന്നത് കൊണ്ട്, ഡിസ്ട്രിക്റ്റിലുള്ള ബന്ധപ്പെട്ട അവിടെ ചർച്ച ആയിരുന്നത് കൊണ്ട് അവിടുത്തെ കർത്തദാസൻ എനിക്ക് നമ്മുടെ SIBC ബയോ കോളേജിൽ പഠിക്കാൻ ഒരു റെക്കമെൻഡേഷൻ കത്തുമൊക്കെയാണ് തന്നു വിട്ടത്. എന്നാൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതൃസഭയിലെ ദൈവാസൻ പറഞ്ഞു, SIBCയിലെ അഡ്മിഷൻ ഈ വർഷത്തെ കഴിഞ്ഞു, ഇനിയും അഡ്മിഷൻ ഞാൻ ഫെബ്രുവരി മാസമാണ് വന്നത്, അപ്പൊ അതുകൊണ്ട് ഇനി കിട്ടാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുനലൂർ ബദേൽ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ തിരക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പുനലൂര് ബദേൽ ബൈബിൾ കോളേജിൽ ബാച്ചലർ ഓഫ് തിയോളജിക്ക് അഡ്മിഷൻ എടുത്തു. അങ്ങനെ ദൈവത്തിന്റെ വചനം അവിടെ പഠിക്കാനായിട്ട് ദൈവം സാവകാശം ഒരുക്കി. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നും അതുപോലെ ഞാൻ സ്നേഹിച്ച പലരിൽ നിന്നും ഒത്തിരി പ്രതികൂലങ്ങൾ. എൻ്റെ കൊച്ചമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, നിനക്ക് പ്രാന്ത, മറ്റൊന്നുമല്ല, ഈ കറുത്ത പുസ്തകമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ പ്രാന്ത് അല്ലെങ്കിൽ വേറെ വല്ലോ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്. വേറെ ചിലർ പറഞ്ഞ അമ്മായിപ്പന് FCA ജോലിയുണ്ട്, അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊന്നും അവന് ഒരു ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് അവന് ജോലി ചെയ്യാൻ മടിയായതുകൊണ്ടാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് വരെ ദൈവം വിശ്വസ്തനായി എൻ്റെ ജീവിതത്തിലിരുന്നു. ആരുടെ മുമ്പിൽ വേദന പറഞ്ഞോ അല്ലെങ്കിൽ ഇല്ലായ്മ പറഞ്ഞോ ഒരു വാക്ക് ചോദിപ്പാൻ ദൈവം എന്നെ എന്ത് ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കാരണം തക്ക സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമേറുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നു എന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാനായിട്ട് ആമേൻ സാധിക്കും. എന്നാൽ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് പല വിധത്തിൽ നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞങ്ങളുടെ പേരിലുണ്ടായ സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് മടക്കി നൽകേണ്ടതായ പ്രത്യേക സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ കഷ്ടങ്ങൾ ഉണ്ടായി. എങ്കിലും കർത്താവ് വിശ്വസ്തനായി ഇന്നയോളം ഞങ്ങളെ നിലനിർത്തി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് വലിയ കരുതലുകളൊന്നും കരുതിയിട്ടല്ല ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ 10,000 രൂപ ആയിരുന്നു ഉണ്ടായിരുന്നത്.
ആ ആ ക്രമീകരണത്തോടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ദൈവം ഇന്നയോളം മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്നിനും ബുദ്ധിമുട്ട് വരാതെ മുട്ട് വരാതെ കാത്തു എന്നതാണ്. കഷ്ടങ്ങളിൽ ഉണ്ടായില്ലെന്നല്ല, പലപ്പോഴും കരയേണ്ടതായ, വേദനിക്കപ്പെടേണ്ടതായ, ഒറ്റപ്പെടേണ്ടതായ അനുഭവങ്ങളൊക്കെ അവനുണ്ടായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിനുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുക. അപ്പോ ഞാൻ പറഞ്ഞില്ല, 10,000 രൂപ കൊണ്ട് ഇറങ്ങി. അപ്പം യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനം ആവശ്യമാണ്. 6,000 രൂപ കൊടുത്ത് ഒരു ചേതക്കിന്റെ സ്കൂട്ടർ വാങ്ങിച്ചു. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നിമിഷങ്ങൾ കൊണ്ട് കയ്യിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അടഞ്ഞു. എന്നാലും ദൈവം അതത് സമയങ്ങളിൽ വഴികളെ തുറന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ ബദൽ ബൈ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തു. ആ ദിവസങ്ങളൊക്കെ ആദ്യത്തെ ഇറങ്ങിത്തിരിച്ച വലിയ സന്തോഷമൊക്കെ ഉള്ളത് കൊണ്ട് പല സാഹചര്യങ്ങളെയും തരണം ചെയ്തു. വീട്ടുകാരൊരു ഭാഗത്ത് എതിർപ്പുണ്ട്. എങ്കിലും അതൊക്കെ ആ സമയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഒത്തിരി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമൊക്കെ ഉള്ളത് കൊണ്ട് ദൈവം എന്നെ ബലപ്പെടുത്തി. ആദ്യത്തെ സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ്സിന് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത പലവിധമായ ടെൻഷനുകളും പല കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ എന്താ ക്ലാസ് ബ്രേക്ക് ചെയ്യണം എന്നൊരു ചിന്തയൊക്കെ എനിക്ക് വന്നു. എന്നാൽ എൻ്റെ സ്നേഹിതരായ ദൈവദാസന്മാർ, എൻ്റെ സീനിയേഴ്സ് ആയിരുന്ന ചിലർ, ഞാൻ ഓർക്കുന്നു ലാലു ആർപ്പോളം എന്ന് പറഞ്ഞൊരു ദൈവദാസൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ചായ ഇങ്ങനെ ഒക്കെ ഉണ്ടാകും, ഇതൊക്കെ ദൈവം തരണം ചെയ്യാൻ കൃപ തരും, ഞങ്ങളൊക്കെ ഇതുപോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ആ ദിവസങ്ങളിൽ ബലപ്പെടുത്തി കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ 2003 ബാച്ചലർ ഓഫ് തിയോളജി കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം സഹായിച്ചു. എൻ്റെ 2000 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ദൈവം ഞങ്ങൾക്ക് ആദ്യ പൈതലിനെ ദാനമായി നൽകി. അതൊക്കെ വലിയ വലിയ അത്ഭുതമാണ്. ആ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി സമയങ്ങൾ എടുക്കും. എന്നാൽ അതൊക്കെ ഞാൻ അത് കുറയ്ക്കുക. എന്നാൽ അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ഒരു ആദ്യത്തെ പൈതലിനെ നൽകി. റൂഫസ് ബെൻ കോഷി എന്നാണ് മൂത്ത മകന്റെ പേര്. മോന് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഹൈദരാബാദിൽ ജോലിയുടെ ബന്ധത്തിൽ ആയിരിക്കുന്നു. അവന്റെ ജനനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കഷ്ടങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസവും സന്തോഷവുമായിരുന്നു. എങ്കിലും ഒന്നുമില്ലായ്മയും ഈ വേദനിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പൈതല് അവനെ വളർത്തിയെടുക്കാൻ പ്രാരംഭഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അവൻ 1ാമത്തെ ബർത്ത്ഡേക്ക് ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആ സമയമായപ്പം ദൈവം ഒരു വ്യക്തിയെ ഒരുക്കിയതൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞാൻ 1ാം വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അന്ന് സ്റ്റുഡന്റ് ഓഫ് ഡീൻ ആയിരുന്ന TS ശമൽകുട്ടി സാറ് കഴിഞ്ഞ നാളിൽ നമ്മുടെ ബദൽ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പാളായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം എന്നോട് വന്ന് പറയാനായിട്ട് ഇടയായി, കോശി, ഇവിടെ കുതിരച്ചിറ അസംബ്ലീസ് ഓഫ് സഭയിലെ ദൈവദാസൻ, അദ്ദേഹം ആ സഭയുടെ ശുശ്രൂഷകനാണ്. അദ്ദേഹം ഭവനത്തിൽ നിന്നാണ് പോയി വരുന്നത്. കാരണം അദ്ദേഹത്തിന് മാതൃസഭയാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് അതിനടുത്ത് തന്നെ ആയതുകൊണ്ട് അദ്ദേഹം ഭവനത്തിലാണ് താമസിക്കുന്നത്. അവിടുത്തെ പാഴ്സനേജ് ഫ്രീ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചേർന്ന് ശുശ്രൂഷിക്കാൻ ഒരവസരവും കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ആ കാര്യം ഏറ്റെടുത്തു. കർത്താവിന്റെ ദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന തങ്കച്ചൻ പാസ്റ്റർ ആയിരുന്നു അന്ന് ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നത്. അദ്ദേഹം ഒരു സ്വന്തം മകനെ പോലെ ഒരു ദൈവദാസനോട് കാണിക്കാവുന്ന ബഹുമാനവും കരുതലും ഒക്കെ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാൻ ഇടയായത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. കാരണം എന്നെ പരിചയമില്ല, ഒന്നും അറിയില്ലെങ്കിലും ദൈവവചനം പഠിക്കുന്ന, ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിയപ്പെട്ട ഒരു മകൻ എന്ന നിലയിൽ അദ്ദേഹം തന്നാൽ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ആ സഭയുടെ ബന്ധത്തിൽ ഞാൻ ആയിരുന്ന സമയത്ത് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൽ കണ്ട ഒരു വലിയ ഗുണമെന്ന് പറയുന്നത്, അതിരാവിലെ താൻ ആലയത്തിൽ വരും. ആലയത്തിൽ വന്നിട്ട് 5 മണി മുതൽ സഭയിലെ ഓരോരുത്തർക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ കാണുന്നത്. അത് എൻ്റെ ജീവിതത്തിലും പിന്നത്തേതിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ കുതിരച്ചിറ സഭയിലെ പഴയ കാർപ്പറ്റൊക്കെ എടുത്തു നോക്കിയാൽ എൻ്റെയും കണ്ണുനീര് അവിടെ ഉണ്ടായി എന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ദൈവം ആ സഭയൊക്കെ വളരെ മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷക്കാലം ഞങ്ങള് കുതിരച്ചിറയിൽ താമസിക്കാനും ആ സഭയോട് ചേർന്ന് മുമ്പോട്ട് പോകാനും വളരെ സന്തോഷത്തോടെ ആയിരിക്കാനും ദൈവം എൻ്റെ ജീവിതത്തിൽ കൃപ നൽകി. അതും എൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയാനായിട്ട്
ഇടയായിത്തീരും. അതിനുശേഷം അദ്ദേഹം ആ വർഷം സഭയിൽ നിന്ന് മാറിയത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് മാറേണ്ടതായ ഒരു സാവകാശം ഉണ്ടായി. അങ്ങനെ ഞാൻ ഇളമ്പൽ കോട്ടവട്ടം മുക്കിന് എൻ്റെ സീനിയറായി പഠിച്ച ഒരു ദൈവദാസൻ താമസിച്ചിരുന്ന ഭവനത്തിലേക്ക് മാറാനും, അങ്ങനെ ആ 3-ാമത്തെ വർഷം അവിടെ നിന്ന് പോയി വന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ പോയി വന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്കൂട്ടർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു ദിവസം രാവിലെ, ഞാൻ വെള്ളിയാഴ്ചയാണ്, രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഉടനെ വണ്ടി നിന്നു. നോക്കിയപ്പോൾ എൻ്റെ വാഹനം റിസർവായി. ഞാൻ താമസിക്കുന്ന ഭവനവും നമ്മുടെ ബൈബിൾ കോളേജ് തമ്മിൽ ഏകദേശം 6.5 കിലോമീറ്റർ മേൽ ദൂരമുണ്ട്. റിസർവ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ബൈബിൾ കോളേജിൽ വന്നു. ദൈവത്തിന്റെ വചനം പഠിച്ച ശേഷം ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ ചെന്നു. ഞങ്ങൾ അന്ന് കിടങ്ങുന്ന മാവേലിക്കര വീട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടെ ക്രമീകരിച്ചാ വന്നേ. എങ്കിലും എൻ്റെ കയ്യിൽ ഒന്ന് പെട്രോൾ അടിക്കാൻ 1 രൂപ പോലും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും സ്തോത്രം ചെയ്ത് തിരിച്ചു വന്ന്, അപ്പോഴത്തെ ഏകദേശം 13 കിലോമീറ്റർ ഞാൻ കോളേജിൽ നിന്ന് വീട്ടിൽ വരുന്ന ദൂരം ആയിക്കഴിഞ്ഞു. ഇനിയും എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ, കിടങ്ങുന്ന വീട്ടിൽ പോകണമെങ്കിൽ പിന്നെയും 35 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് 25 കിലോമീറ്റർ പോകണം എൻ്റെ മാവേലിക്കര വീട്ടിൽ പോകാൻ. എന്നാൽ ഈ ഒരവസ്ഥയിൽ എങ്ങനെ പോകും? സ്കൂട്ടറാണ്, അതിന് മൈലേജ് കുറവാണ്, റിസർവാണ്. ആകെ ഞങ്ങൾ ഭാരപ്പെട്ട ഒരു നിമിഷം. എൻ്റെ പൊടിക്കുഞ്ഞാണ്, 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കൃപയാൽ വണ്ടി സ്റ്റാർട്ടായി. ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൾ വാഹനത്തിന് പുറകിൽ ഇരുന്ന് കരയുന്ന അനുഭവമായിരുന്നു. കാരണം ദൈവമേ, ഈ പിഞ്ചു കുഞ്ഞുമായി കടന്നു പോകുമ്പോൾ വഴിയിലൊന്നും ഞങ്ങൾ കിടക്കാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയി. കൃപയാൽ ഞങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാകാതെ എൻ്റെ വൈഫ് ഹൗസിൽ ചെന്നു. അവിടെ ആ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ, മാവേലിക്കര വീട്ടിലേക്ക് പോകണം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. വീട്ടിൽ ചോദിച്ചാൽ കിട്ടും. എന്നാൽ ഞങ്ങൾ അങ്ങനെ മറ്റാരോടും കടം ചോദിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട്, കാരണം ഞങ്ങൾ ഇങ്ങനെ ഞാനൊരു വലിയ റിസ്ക് എടുത്തത് പോലെയാണ് എല്ലാവർക്കും എന്നെ ഉള്ളത് കൊണ്ടും ആ സാഹചര്യം കൊണ്ട് ഞാൻ ആരോടും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഞാനിത് തുറന്നു നോക്കി. ഇതിനകത്ത് വല്ല പെട്രോൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്ന ഒരു മണ്ണെണ്ണ പാത്രത്തിനകത്ത്, നമ്മുടെ പഴയ മണ്ണെണ്ണ വിളക്കുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കിടക്കുന്ന പോലെ ശകലം പെട്രോൾ ഉണ്ട്. എങ്കിലും സ്തോത്രം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടായി. ഞങ്ങൾ കുടുംബമായി കടന്നുപോയി. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത്, അന്ന് ഇത് മെയിൻ റോഡിൽ എവിടെയെങ്കിലും ഒന്ന് എത്തുന്നവരെ കൊണ്ടെത്തിച്ചാൽ കുഴപ്പമില്ല. പിന്നീട് എങ്ങനെയെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യാം, വീട്ടിൽ പോകാം, വീട്ടിൽ ചെല്ലാം, വീട്ടിൽ ചില ഒരു ക്രമീകരണങ്ങൾ വരുത്താം എന്നൊരു ചിന്തയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വിശ്വാസത്തോടെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് മറ്റൊരു വീട്ടിൽ അത്യാവശ്യമായി പോകേണ്ടതായി വന്നു. കാരണം ഞാൻ ചില നാടുകൾ നമ്മുടെ 600 അസംബ്ലി സഭയുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാൻ ഒരു സാവകാശം ലഭിച്ചതുകൊണ്ട്, അവിടുത്തെ ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും ഞാൻ ആദ്യം ആ സഭയിലെ സെക്രട്ടറിയുടെ ഭവനത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പ്രശാന്ത ഭവനത്തിലും പോയി. അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ വാഹനം എനിക്കറിയാം, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിൽക്കും എന്നറിയാം. എന്നാൽ ഈ ഇന്റീരിയർ പ്ലേസിലാണ് ഈ വാഹനം എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ മുമ്പോട്ട് വരുന്ന സമയം ഈ പ്രശാന്ത ഭവനത്തിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യം ചെയ്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങാൻ നേരം അദ്ദേഹം ഒരു നന്മ എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തരാനായിട്ട് ഇടയായി. ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് നിങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്തു, ആവശ്യമേറെ നന്മകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു ദൈവദാസനാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്താൽ മതി, എനിക്ക് നിങ്ങൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അനുഗ്രഹം. കാരണം വാഹനത്തിനകത്ത് എന്തില്ല, പെട്രോൾ ഇല്ലാതെ അടിക്കാൻ ഒരു നന്മയായി തീരും. എന്നാൽ എൻ്റെ കാഴ്ചപ്പാട് അതല്ലായിരുന്നു. മറ്റൊരു ദൈവദാസനാണ് ശുശ്രൂഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഉള്ള കാശ് ഞാൻ ഒരിക്കലും വാങ്ങിക്കരുത് എന്നൊരു ചിന്താഗതി ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അല്ല പാസ്റ്ററെ, പാസ്റ്റർ എന്ന സമയത്ത് തരേണ്ടതായ ഒരു നന്മയായിരുന്നു, അന്ന് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു, അതിപ്പോ ദൈവം തന്നു. അതുകൊണ്ടാണ്
ഇത് വാങ്ങിച്ചേ മതിയാവൂ എന്ന് നിർബന്ധിച്ച് ഈ കുടുംബം എന്നെ അത് ഏൽപ്പിച്ചു. ഞാൻ അത് ആ നിർബന്ധത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വാങ്ങിച്ച് കയ്യിൽ വെച്ച് സ്തോത്രം ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോഴും ദൈവത്തിന്റെ കൃപയാൽ വണ്ടി നിന്നില്ല. ഞാൻ മുൻപോട്ട് കടന്നുപോയി. ഒരു 3 കിലോമീറ്റർ ഓടിയാൽ മാത്രമേ ഒരു പെട്രോൾ പമ്പ് ആകത്തുള്ളൂ. ഞാൻ പെട്രോൾ അത് അടിക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് പോകുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഒരു വാഹനമാണ് SS100 എന്ന് പറയുന്ന ഹോണ്ടയുടെ ഒരു വാഹനം. ഒരു സഹോദരൻ ഈ വാഹനം തള്ളിക്കൊണ്ട് പോകുന്നത് ഞാൻ എന്റെ പെട്രോൾ ഇല്ലാതെ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഞാൻ കണ്ടു. എന്നാൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ട്രബിൾ ആയതായിരിക്കും എന്ന് വിചാരിച്ച ഞാൻ അതിനെ ശ്രദ്ധിക്കാതാണ് പോയത്. എന്നാൽ സംഗതി സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞാന് ഈ പെട്രോൾ ഇല്ലാതെ വാഹനം ഓടിച്ച് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കൂടെ ഈ പെട്രോൾ പമ്പിന് മുമ്പിൽ വരുമ്പോഴാണ് എൻ്റെ വാഹനം നിന്നു. ഞാൻ തള്ളി എന്ത് ചെയ്തു, അകത്തോട്ട് കയറ്റി പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സഹോദരൻ, ഞാൻ 1 കിലോമീറ്റർ മുമ്പേ തള്ളി വരുന്ന കണ്ട ആ സഹോദരൻ വാഹനം തള്ളി പെട്രോൾ പമ്പിലേക്ക് കടന്നു വരുന്നത് കാണാനായിട്ടാണ്. അപ്പോൾ ഞാൻ വളരെ കർത്താവിനെ മഹത്വപ്പെടുത്തി. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, ദൈവം ചെയ്യുന്ന വിടുതലുകൾ, അവൻ ലജ്ജിപ്പിക്കാത്ത ദൈവമെന്ന് ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതത്തിൽ പെട്രോൾ ഇല്ലാതെ ഏകദേശം 80 കിലോമീറ്റർ ആണ് എൻ്റെ വാഹനം എന്ത് ചെയ്തത് ഓടാനായിട്ട് ഇടയായി തീർന്നത് റിസർവിൽ. എന്നാൽ അത് ദൈവം എന്നെ അവിടെ പരിപാലിച്ചു. അങ്ങനെ അത്ഭുതകരമായ അനുഭവങ്ങൾ പല സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2ാമത്തെ വർഷം ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ 2ാമത്തെ വർഷം പൂർത്തീകരിച്ചു. എന്നാൽ സെക്കൻഡ് ഇയറിന്റെ ഫീസ് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. 3ാം വർഷത്തെ പ്രവേശന സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ഐസക് സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോശി സെക്കൻഡ് ഇയറിന്റെ ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് 3ാം വർഷത്തെ അഡ്മിഷൻ തരാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഫീസ് അടയ്ക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാരമുള്ളായ ഒരു നിമിഷങ്ങളായിരുന്നു ആ സമയം. എങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സുദർശന സഭയിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് സൗദിയിൽ നിന്ന് ഒരു സഹോദരൻ വരാനും തൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കാനും ഇടയായി. അങ്ങനെ അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോരാൻ നേരം അദ്ദേഹം ഒരു നന്മ എൻ്റെ കരത്തിൽ തന്നു. അതും ഞാൻ വാങ്ങിച്ചില്ല, എന്നാൽ നിർബന്ധിച്ച് അദ്ദേഹം എന്നെ തന്നു. അത് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എത്ര രൂപയാണോ ഞാൻ ആ കോളേജിൽ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ളത്, ആ കാശ് അത്രയും ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി ആ കോളേജിൽ പോയി ആ ഫീസ് അടച്ചു. അങ്ങനെ ദൈവം അത്ഭുതകരമായ പ്രവൃത്തികളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് മുൻപോട്ട് പോകാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ തക്ക സമയത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നൂലെ കെട്ടിയിറക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം, നൂലെ കെട്ടിയിറക്കണമെങ്കിൽ ദൈവം നൂലേലും കെട്ടിയിറക്കാൻ ദൈവം വിശ്വസ്തനാണ്. നാം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിന്നാൽ മതി. അങ്ങനെ 2003 ദൈവത്തിന്റെ വചനം ഞാൻ പൂർത്തീകരിച്ച് ഞാൻ ഒരു പുതിയ പ്രവർത്തനമായി കോട്ടയത്തിനടുത്ത് നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരാനായിട്ടിടയായി. ഞാൻ ആദ്യം ഒരു പഴയ ഒരു സഭയോട് ചേർന്ന് പോകാനായിരുന്നു ക്രമീകരിച്ചിരുന്നതെങ്കിലും, എന്നാൽ അവിടെ പിന്നത്തേതിൽ ഒരു പ്രയാസം വന്നതുകൊണ്ട് ഞാൻ ആ സഭ മുൻപ് ശുശ്രൂഷിച്ച ദൈവദാസനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ പുതിയ പ്രവർത്തനമായിട്ട് കടന്നു വരാനായിട്ട് ഇടയായി. അതിന് നിദാനമായത് ബദൽ ബൈബിൾ കോളേജിലെ അധ്യാപകനായിരിക്കുന്ന ഡി മാത്യു സാറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തു. അദ്ദേഹം മുൻപ് എന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു നിയോഗമില്ലാഞ്ഞത് കൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തില്ല. ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാ, ഞാൻ ഒരു പ്രാവശ്യമേ ഒരാളോട് ഒരു കാര്യം പറയത്തുള്ളൂ, അത് കേട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ആ വ്യക്തിയോട് എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. എങ്കിലും തന്നോട് ഒരു പ്രത്യേകത എനിക്കുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരമുണ്ട്, ഒരു പുതിയ പ്രവർത്തനം എടുപ്പാൻ ചങ്ങനാശ്ശേരി സെക്ഷനിൽ സാധ്യതയുണ്ട്, അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ പ്രിൻസിപ്പലുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് അസംബ്ലി കൊണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ആയിരിക്കുന്ന ചങ്ങനാശ്ശേരി സെക്ഷന്റെ അന്നത്തെ പ്രിൻസിപ്പൽ ആയിരുന്ന തോമസ് ബിൽ സാറിന്റെ നേരിൽ വന്ന് കാണാനും അദ്ദേഹത്തോട് സംസാരിപ്പാൻ, അങ്ങനെ അദ്ദേഹം എനിക്ക് ചങ്ങനാശ്ശേരി സെക്ഷന്റെ ഭാഗമായി നാട്ടകത്ത് ഒരു പുതിയ പ്രവർത്തനം ഒരുക്കാനായി സാവകാശമൊരുക്കി. അതിനേക്കാളും വളരെ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഇമ്മാനുവൽ സഭയിൽ ഉണ്ടായിരുന്ന ഒരു വർഗീസ് അംഗങ്ങളുടെ കുടുംബമായിരുന്നു ഈ പ്രവർത്തനത്തിന് മുൻപിൽ നിന്നത് എന്നതാണ്
എന്നെ ഒത്തിരി സന്തോഷിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ അങ്ങനെ ആ പഴയ ബന്ധവും അദ്ദേഹത്തിന്റെ തന്റെ കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടണമെന്നുള്ള വലിയ ആഗ്രഹവും താനായിരിക്കുന്ന തൻ്റെ ദേശമായിരിക്കുന്ന നാട്ടകത്ത് സുവിശേഷീകരണം നടക്കണമെന്നുള്ള വലിയ താല്പര്യമൊക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ആ ദേശത്ത് വരാനായിട്ട് ഇടയായി. എന്നാല് ആദ്യ സമയങ്ങളിലൊക്കെ അവിടെ ഒരു വീട് വാടകയ്ക്ക് ലഭിക്കാതെ വളരെ ഭാരപ്പെട്ടു. ഞാന് പ്രവർത്തനം തുടങ്ങിയത് കൊണ്ട് 4 കോടിയിൽ വന്ന് ചില ദിവസങ്ങൾ താമസിച്ച് പ്രവർത്തനം നടത്തേണ്ടതായ ഒരു സാവകാശം ഉണ്ടായി. അപ്പോൾ തന്നെ ഈ വർഗീസ് അച്ചാന്റെ ഒരു ഭവനം ഉണ്ടായിരുന്നു. താന് മറ്റൊരു കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്തു. നാടുകളായി മാറിക്കൊടുക്കണമെന്ന് അവരോട് മാറി തരണമെന്ന് അവരോട് പറഞ്ഞെങ്കിലും അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് നമുക്ക് ഈ പ്രവർത്തനം തുടങ്ങണം എന്നുള്ളത് കൊണ്ട് പുള്ളി പിന്നെയും പറഞ്ഞു. അങ്ങനെ ആ കുടുംബം മാറാൻ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായി. എന്നാൽ അവരെന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ആ ദേശത്തെല്ലാം അവർ പറഞ്ഞു വരുത്തി, ഇവിടെ ഒരു പാസ്റ്റർ വരാൻ പോവുകയാണ്, ഇവിടെ ഒരു സഭ സ്ഥാപിക്കാൻ പോവുകയാണ്. കാരണം ഹൈന്ദവരായിരുന്നു ആ സമയത്ത് ആ ദേശത്ത് കൂടുതലുമായിട്ട് ഉണ്ടായിരുന്നത്. ആയതുകൊണ്ട് അവര് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ അവിടെ ആ രീതിയിലൊന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് മാറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യ സമയങ്ങളൊക്കെ വളരെ പ്രതികൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഈ വർഗീസങ്ങളും കൂടെ ഈ ഭവനം കാണാനായിട്ട് പോകുമ്പോൾ ആ ദേശത്തെ ഒരു ചെറിയ നേതാവ് തന്നെ വിളിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തുന്നത് എൻ്റെ കാതുകളിൽ കേൾക്കാനായിട്ട് ഇടയായി. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഇവിടെ ഒരു പാസ്റ്ററെ വന്ന് താമസിപ്പിച്ച് ഒരു പ്രവർത്തനമൊക്കെ നടത്താൻ പോകുന്നത് നിങ്ങൾ കേട്ടല്ലോ, അങ്ങനെ വല്ലതാണെങ്കിൽ നിങ്ങളെ ഞാൻ മടക്കി ദുബൈയിലേക്ക് വിടത്തില്ല, അത് ചെയ്ത് കളയും, അങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകളൊക്കെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഞാനാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയത്തുമില്ലായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞുമില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പൂന്തൂരത്ത് അസംബ്ലി സഭയുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആ പ്രവർത്തനം അവിടെ ആരംഭിപ്പാനായിട്ട് ഇടയായി. ആരംഭിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സഹോദരനെ, കാരണം അന്ന് ഒരു നേതാവ് കൂടെ ആയതുകൊണ്ട് ഞാനൊന്ന് തിരക്കി, ഈ ഇദ്ദേഹം എന്തി, കാരണം ഞങ്ങളെ താമസിപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞതല്ലേ, എന്തെങ്കിലും ഒരു സന്ധി സംഭാഷണമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇദ്ദേഹത്തെ തിരക്കിയൊക്കെ എന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ അവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പ് ദൈവം അദ്ദേഹത്തെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ തൻ്റെ ഭവനത്തിൽ ഒരു പ്രയാസമുണ്ടായി. അങ്ങനെ ആ കുടുംബങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രയാസമുണ്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ നാട്ടകത്ത് സിമെന്റ് ഫാക്ടറിയുടെ അടുത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥ വന്നു. പിന്നത്തേതിൽ നമുക്ക് യാതൊരു പ്രയാസവും അവിടെ ഉണ്ടാകാതെ ദൈവം കാക്കാനായിട്ടിടയായി. അപ്പോൾ ഞങ്ങൾ നാട്ടകത്ത് ഒരു പുതിയ പ്രവർത്തനമായിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതിൻ്റെതായ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളായപ്പോൾ ആത്മാക്കളില്ല, പ്രാർത്ഥനയ്ക്കായി 1 or 2 പേർ മാത്രം വരുന്ന അവസ്ഥകൾ, അതൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച കാലഘട്ടങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അന്നുണ്ടായിരുന്നത്. ഞങ്ങള് ആ ദേശത്തായിരിക്കുമ്പോൾ ആദ്യം വൈകുന്നേരത്ത് ഒരു ചെറിയ പ്രാർത്ഥന ആരംഭിച്ചു. പിന്നെ അതിരാവിലെ പ്രാർത്ഥന ആരംഭിച്ചു. ഇന്ന് അസംബ്ലി സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമായി നാട്ടകത്ത് പ്രവർത്തനം ഉണ്ട് എന്നതിൽ ഞാൻ കർത്താവിന്റെ വളരെ സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ആയിരുന്ന സമയത്ത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളൊന്നുമില്ല, എല്ലാം വിശ്വാസത്താലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞ് വളർന്നു വന്നു, അവന്റെ പഠന സമയമായി. ആരോടെങ്കിലും ചോദിച്ചാൽ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ എടുക്കാനുള്ള കാശൊക്കെ കിട്ടും. കാരണം പൊതുവെ ഞാൻ എല്ലാവരുമായിട്ടൊക്കെ നല്ല സഹകരണം ഉള്ളത് കൊണ്ട് എല്ലാവരും സഹകരിക്കാൻ എന്നാൽ ഞങ്ങളുടെ ഉള്ളിൽ നേരത്തെ എടുത്തൊരു തീരുമാനവും ആഗ്രഹവും എന്ന് പറയുന്നത് ആരോടും കടം ചോദിക്കരുത്, കടം വാങ്ങിക്കരുത് എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ആരോടും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. സ്കൂളുകൾ തുറന്നു. എന്നാൽ എൻ്റെ കുഞ്ഞിന് ഒരു 4500 രൂപയോളം അന്ന് ആവശ്യമുണ്ടായിരുന്നു അഡ്മിഷന്റെ സമയത്ത്. അന്ന് കൊടുക്കുവാനില്ലാഞ്ഞത് കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കൂടെ കൊണ്ട് നടന്നു. അപ്പോൾ ജംഗ്ഷനുള്ള കടയിൽ ഒരു ബാവുച്ചാരുണ്ട്. അദ്ദേഹം ചോദ്യം, പാസ്റ്റർ മോനെ സ്കൂളിലൊന്നും വിട്ടില്ലയോ, എന്താ വിടാഞ്ഞേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞല്ലേ, ഇച്ചൂടൊക്കെ ഞങ്ങളുടെ കൂടെ നടക്കട്ടെ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ ഞങ്ങളുടെ കൂടെ കൊണ്ടു നടത്താൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല കാശില്ലാത്തത് കൊണ്ടാണ്
ഞങ്ങളുടെ കുഞ്ഞിനെ സ്കൂളിൽ വിടാത്തതെന്ന് പറയാനായിട്ട് പോയില്ല. കാരണം അത് ആൾക്കാർ മറ്റ് പല രീതിയിൽ സംസാരിക്കാനായിട്ട് ഇടവരും. അത് വരരുത്, ദൈവത്തിന് സകല മഹത്വം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് ആ കാര്യങ്ങൾ പറയാനായിട്ട് ഇടയായാലും ഞങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു മാസം സ്കൂളൊക്കെ തുറന്ന് 1 മാസം ആയി. ഒരു ദൈവപ്രവൃത്തിയും കണ്ടില്ല. എങ്കിലും ഞങ്ങൾ നിരാശപ്പെട്ടില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം തക്ക സമയത്ത് ദൈവത്തിന്റെ സമയത്തായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പന്നിമറ്റത്ത് ഒരു ദൈവദാസന്റെ ഫ്യൂണൽ സർവീസിന് പങ്കെടുത്ത് ഞാൻ കടന്നു വരുമ്പോൾ പോസ്റ്റ് വുമൺ എൻ്റെ ഒരു കത്ത് തരാനായിട്ടിടയായി. ഞാൻ കത്ത് നോക്കുമ്പോൾ അതിന്റെ ഹെഡിങ് അഡ്രസ്സാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനായിട്ടിടയായി. ഇത്രയുമാണ് അതിന്റെ ഹെഡിങ് ഉള്ളത്: കോശി ജോൺ, നാട്ടകം PO, കോട്ടയം. അയച്ചതാണ് പോർട്ട് ഗേറ്റ്സ്, ന്യൂയോർക്ക് എന്നാണ് ഈ കത്തിനകത്ത് ഫ്രമും ടു ഉള്ളത്. ഒരു പാസ്റ്ററെന്നോ അല്ലെങ്കിൽ ചർച്ചിന്റെ പേരോ അല്ല വീട്ടുപേരോ ഒന്നുമില്ലാത്ത ഈ 3 വരി അഡ്രസ്സിനകത്ത് ഈ കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് ദൈവത്തിന്റെ പദ്ധതി മാത്രമാണ്. കാരണം എത്രയോ ആ ദേശത്ത് ചിലപ്പോൾ കോശിമാരില്ലായിരിക്കാം. എനിവേ, എന്തു തന്നെയാണെങ്കിലും എനിക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ കത്ത് വരികയും എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഞാനത് വീട്ടിൽ ചെന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണു നിറഞ്ഞുപോയി. കാരണം അതിനകത്തിൽ $100 ചെക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദൈവദാസനെ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ നാട്ടകത്ത് വെച്ച് പരിചയപ്പെട്ട അദ്ദേഹം ഒരു ബ്ലാക്ക് അമേരിക്കനാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി ഇവിടെ ഉള്ളത് വന്നിട്ട് അങ്ങനെ നാട്ടകത്ത് വന്ന് താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ പേരും അറിയാം, നാട്ടും അറിയാം. അല്ലാതെ മറ്റൊന്നും അറിയാത്തത് കൊണ്ട് ദൈവം തനിക്കൊരു നിയോഗം നൽകിയപ്പോൾ താൻ എന്ത് ചെയ്തു, പേപ്പറിനകത്ത് ഈ ചെക്ക് എടുത്ത് വെച്ച് മടക്കിയിട്ട് $100 ചെക്ക് എഴുതിയിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്രീറ്റിങ്സ് മാത്രം എഴുതിയിട്ട് ഈ ഹെഡിങ്ങിൽ അയച്ചു. കൃപയാൽ എനിക്കത് ലഭിപ്പാൻ മറ്റൊന്നേക്കും വഴിമാറാതെ. കാരണം ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ട് ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ വിധം അത്ഭുതകരമായ ഒരു വഴി ദൈവം തുറന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ചെക്ക് കൊണ്ടുവന്ന് നമ്മുടെ കോടിമതയിലുള്ള SBI എനിക്ക് അക്കൗണ്ട് അവിടെ ഉണ്ടായിരുന്നു, അവിടെ കൊടുത്ത് അത് മാറി ആ കിട്ടിയ കാശ് ഫുൾ കുഞ്ഞിന്റെ അഡ്മിഷനുള്ള കാശ് മാത്രമായിരുന്നു. അത് കൊടുത്ത് കുഞ്ഞിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ദൈവം വിശ്വസ്തന, ദൈവത്തിന്റെ പ്രവൃത്തി വലുത. നാം വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില വേദനകളൊക്കെ അനുഭവിച്ചു. ഞങ്ങൾ ഒത്തിരി മാനസികമായി ഭാരപ്പെട്ടു. കാരണം ദൈവം തന്നൊരു കുഞ്ഞിന് അവന് വിദ്യാഭ്യാസത്തിന് യോഗ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. പിന്നത്തെ ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയ്യോ ഗവൺമെന്റ് സ്കൂളിൽ വിട്ടാൽ പോരായിരുന്നോ, ഈ പാടൊന്നും പ്രയാസം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. ശരിയാണ്, ഗവൺമെന്റ് സ്കൂളിൽ വിട്ടിരുന്നാൽ ഒട്ടും കുറവുണ്ടാകത്തില്ല. എന്നാൽ ഞാനായിരുന്ന സാഹചര്യം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് തലമുറകളെ നന്നായി പഠിപ്പിച്ചില്ല എന്ന് അടുത്ത ഒരു പ്രയാസം ഉണ്ടാകരുത് എന്നതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഒരു ബേസ് ഇട്ടുകൊടുക്കണം എന്നതുകൊണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങള് ദേശത്ത് കർത്താവിന്റെ വേല ചെയ്തു. നാട്ടകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ പിന്നത്തേതിൽ ദൈവം ചില ആത്മാക്കളെ തരാനും ആ പ്രവർത്തനത്തിന് ഒരു പച്ചപ്പ് പിടിപ്പാനും കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ഒരു കൺവെൻഷൻ നടത്തണം. എന്നെ സംബന്ധിച്ചിടത്തോളം ആളില്ലാത്ത ചുരുക്കം ആൾക്കാരുള്ള ഒരിടത്തൊരു കൺവെൻഷൻ നടത്തുക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇതിന് പോകാനും വരാനും, അത് മാത്രമല്ല സാമ്പത്തികം വേണം. ഒരു 10-25,000 രൂപ അന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണ ഒരു കൺവെൻഷൻ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തോട് പറഞ്ഞ, കർത്താവേ എൻ്റെ ഒന്നുമില്ല, ദൈവം വഴി തുറക്കുവാണെങ്കിൽ ഞാൻ ചെയ്യാം. എൻ്റെ സഭയിൽ അന്ന് വന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെ ദൈവാത്മാവ് ഒന്ന് ഇടപെടുന്നു, നമുക്കൊരു കൺവെൻഷൻ നടത്തണമല്ലോ. പുള്ളിയും എൻ്റെ മുഖത്തേക്ക് നോക്കി, കാരണം അദ്ദേഹത്തിന് പറയാൻ ഒന്നുമില്ലല്ലോ, എങ്ങനെ നടത്തും എന്ന്. എന്നാൽ ദൈവസന്നിധിയിൽ അന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം ബാസേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മൂത്ത സഹോദരൻ UK ജേക്കബ് ജോൺ, അദ്ദേഹം എന്നെ വിളിപ്പാനായിട്ട് ഇടയായി. വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അദ്ദേഹം ആ സമയത്താണ്, കുറച്ച് നാളായതുള്ളൂ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അപ്പൊ അവര് കുടുംബമായിട്ട് UK അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു.
ചോദിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ പറയാനായിട്ട് ഇടയായി, ഒരു കൺവെൻഷൻ നടത്തണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ഇടപെട്ടു, പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു എത്ര രൂപ ആകും എന്ന്. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 25,000 രൂപയോളം ആകും, മറ്റൊരു ക്രമീകരണങ്ങൾ ഇവിടെ ഇല്ല. അപ്പം പെട്ടെന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്, നീ എന്നാ അതിനുള്ള കാര്യം ചെയ്തു, ഞാൻ ആ കാശ് നിനക്ക് അയച്ചു തരാം. അപ്പൊ ദൈവം ഹൃദയത്തിൽ തോന്നിച്ചത് അത് ദൈവ നിയോഗമായിരുന്നു എന്ന് എനിക്കൊരു കൺഫർമേഷൻ ഉണ്ടായി. അങ്ങനെ ഞങ്ങള് നാട്ടകത്ത് പോളിടെക്നിക്കിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ടിൽ 3 ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലെ ഒരു കൺവെൻഷൻ നടത്താനായിട്ട് കർത്താവ് സഹായിച്ചു. ആരോടും 5 പൈസ വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ സ്തോത്രകാഴ്ച എടുത്തു. ആ സ്തോത്രകാഴ്ച നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി അയച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാതെ ആരോടും 1 രൂപ പോലും വാങ്ങിക്കാതെ ദൈവം തുറന്ന നന്മയ്ക്കകത്ത് നിന്നുകൊണ്ട് ശ്രേഷ്ഠമാം വിധം ഞങ്ങൾ ഒരു കൺവെൻഷൻ നടത്തി. അത് ദേശത്ത് വലിയൊരു ചലനത്തിനും കാരണമായി. അവസാന ദിവസമൊക്കെ 700 പേരോളം കൂടി വന്ന ഒരു വലിയ ഒരു മീറ്റിംഗ് ആയിട്ട് അത് തീർന്നു. ഭൂതങ്ങളൊക്കെ അലറി ഓടുന്നത് കാണാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ നാട്ടകത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭമായി തീരാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഈ നാട്ടകത്തൊക്കെ ഒത്തിരി ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു ഭവനത്തിൽ സന്ദർശിക്കാനായി ചെന്ന് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഇന്ന് സമൂഹത്തിൽ ഒരു ദൈവദാസനായിരുന്ന ഒരു ജോയി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഭവനത്തിൽ കടന്നു ചെന്നപ്പം പെട്ടെന്ന് ഞങ്ങളെ അതിശയം കൂറുമാറ് ഭാവപകർച്ച ഉണ്ടായതുപോലെ ഒരു പിതാവായിരുന്നു ആദ്യം ഇറങ്ങി വന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ സുവിശേഷ പ്രവർത്തകരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം ഈ പിതാവ് അകത്തോട്ട് പോയി. അതേ സെയിം ഡിറ്റോ ആയിട്ട് ഒരാള് ഇത്ര പെട്ടെന്ന് ചെറുപ്പക്കാരനായോ എന്ന് തോന്നുന്ന പോലെ അദ്ദേഹത്തിന്റെ മകൻ ഇറങ്ങി വന്നു, കാര്യം തിരക്കി. അപ്പം എന്നോട് പറഞ്ഞു കയറിയിരിക്കാൻ. ഞങ്ങൾ കയറിയിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് വളരെ തകർന്ന ഒരു ഭവനമാണ് ആ ഭവനം. അദ്ദേഹം ആദ്യം പിതാവ് വന്നതിന്റെ പിന്നിലെ ഒരു കാര്യം, താൻ ഒളിവിൽ താമസിക്കുന്ന പോലെയാണ് ആ ഭവനത്തിൽ ആ മകൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വിഷയങ്ങളുടെ ബന്ധത്തിൽ പോലീസുകാരാണോ എന്നറിയാൻ വേണ്ടിയാണ് പിതാവ് എന്ത് ചെയ്തത്, ആദ്യം ഇറങ്ങി വന്ന് ഞങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചത്. പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് വന്ന് അല്പസമയം ഞങ്ങൾ അവിടെ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നു, പോയി. പിന്നെ പിതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ആഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അനേകർക്ക് പുള്ളി മന്ത്രവാദത്തിലൂടെ ആഭിചാരം ചെയ്ത് പല രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചൊക്കെ അദ്ദേഹം ഞങ്ങളോട് പറയാനായിട്ടൊക്കെ ഇടയായി. അങ്ങനെ ചില മണിക്കൂറുകൾ ആ ഭവനത്തിലിരുന്ന് ഞങ്ങൾ സുവിശേഷം പറയാനും അവസാനം പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എഴുന്നേറ്റു. പെട്ടെന്നൊരു ആത്മനിയോഗത്തോട് ഞങ്ങൾ അന്യഭാഷ പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ആരംഭിച്ച് അല്പനിമിഷം കഴിയുമ്പോൾ ഇദ്ദേഹം അങ്ങ് ആകെ പ്രയാസമായി. ഈ പിതാവ് നിലവിളിക്കാൻ തുടങ്ങി, പാസ്റ്ററെ അങ്ങനെ ഒന്നും ഞങ്ങൾ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാക്കി. ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഇതെന്താണെന്ന് പിടികിട്ടിയില്ല. പിന്നീട് പ്രാർത്ഥനയിലാണ്, പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തൊരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തില് ഇരുട്ടിന്റെ വ്യാപാരം എന്ത് ചെയ്താണ്, വെളിപ്പെട്ടു വന്നതാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പോകത്തില്ല എന്ന് പറയാൻ. എന്തായാലും എന്നിട്ട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിയില് ഞാൻ പോകണോ വേണ്ടായോ എന്ന് ചിന്തിക്കാമെന്ന്. ഞാൻ എടുത്ത പോലെ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളും വരത്തില്ല, ആണുങ്ങളും വരത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്, ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് പറയാനായിട്ട് ഇടയായി. ഞങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോ അടുത്ത പോലെ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഒന്ന് മാറും, ഞാൻ ഇവനെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ആ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറി. അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ, നാടുകളായി മറ്റു കുടുംബങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആ കുടുംബം അന്ന് രാത്രി ഒരു കൂട്ടം ജനം ഇവരുടെ വീട്ടിൽ വരാനും ആ പഴയ ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെ അഴിവുണ്ടാകാനും ഇടയായി തീർന്നു. ചില ദിവസങ്ങളൊക്കെ ഈ കുടുംബം, ഈ പ്രിയ സഹോദരൻ ജോമോൻ എന്നാണ് ആ സഹോദരന്റെ പേര്, ആ സഹോദരൻ ആരാധനയ്ക്ക് വന്നു, എങ്കിലും നിലനിരുന്നില്ല. അവർ മടങ്ങിപ്പോയി മറ്റു തലത്തിലേക്ക്. കാരണം അതുപോലുള്ള ചില സാഹചര്യങ്ങളായിരുന്നു തന്നിലൂടെ. ഞാൻ പറഞ്ഞത് കാര്യം, അങ്ങനെ നാട്ടകത്ത് ദൈവം വൻ കാര്യങ്ങളെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പാനായിട്ട് ഇടയായിട്ട്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2007 ഞങ്ങൾക്ക് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറണം എന്നൊരു ദൈവനിയോഗം ലഭിച്ചത് കൊണ്ട് ഞങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു. അങ്ങനെ മാവേലിക്കര സെക്ഷനിൽ കോമല്ലൂർ കറ്റാണത്തിനടുത്ത് കോമല്ലൂർ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി. ഞങ്ങൾ ആ ദേശത്തേക്ക് വരാനും അവിടെ അടുത്ത 5 വർഷക്കാലം കർത്താവിന് മേലുള്ള ബന്ധത്തിൽ ആയിരിക്കാനും കർത്താവ് സാവകാശം ഒരുക്കി. അവിടെ ഞങ്ങൾ വരുമ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ ചർച്ചിന് ആലയമുണ്ട്, എന്നാൽ പാഴ്സനേജ് ഇല്ല. അങ്ങനെ അതുകൊണ്ട് വളരെ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് വാടക വീട് കിട്ടുക എന്നതും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ വളരെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ 5 വീട്, ഈ 5 വർഷത്തിനുള്ളിൽ 5 വീട് ഞങ്ങൾ എന്ത് ചെയ്തു, മാറേണ്ടി വന്നു. എന്നാൽ അവസാനം ദൈവസഭയായി ഞങ്ങളൊരു തീരുമാനമെടുത്തു ഒരു പാഴ്സനേജ് പണിയാൻ. അങ്ങനെ ദൈവകൃപയാൽ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു 1 BHK ഒരു ബിൽഡിങ് ആലയത്തോട് ചേർന്ന് പണിയാൻ ദൈവം കൃപ നൽകി. ചില നാടുകൾ ഞങ്ങൾ അവിടെ താമസിച്ചു. ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവം ഞങ്ങൾക്ക് രണ്ടാമത്തെ തലമുറയെ നൽകുവാനായിട്ട് ഇടയായി തീർന്നത്. മോന്റെ പേര് ആമോസ് ബെൻ കോശി എന്നാണ്. ഇപ്പം +2 ഡോൺ ബോസ്കോ സ്കൂളിൽ പുതുപ്പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞ് ജനിച്ച് അന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട്ടിന്റെ ഉടമസ്ഥരെ പെട്ടെന്ന് വിളിക്കുന്നത്, ഞങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിൽ വരേണ്ടി വരുന്നു, അതുകൊണ്ട് പാസ്റ്റർ പെട്ടെന്ന് വീട് ഒഴിഞ്ഞു തരണം. നിങ്ങൾ ഓർത്ത് വലിയ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി. എന്ത് ചെയ്യും? പെട്ടെന്നൊരു വീട് വാടകയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അവിടെ വളരെ പ്രയാസമുള്ള ഒരവസ്ഥ. എങ്കിലും ഞങ്ങൾ പറഞ്ഞെങ്കിലും അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം. കാരണം അവർ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്കും പെട്ടെന്നൊരു ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ ഒരു മുറിയുണ്ട്. അപ്പൊ അവര് സാധനങ്ങളൊക്കെ ഇട്ടത് കൊണ്ട് ഒരു കൺജസ്റ്റഡ് ആണ്. എങ്കിലും ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ താമസിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വന്നു. ഞാൻ ആ സമയത്ത് വീടുകൾ അന്വേഷിച്ചു, എന്നാൽ ഒരു വീട് ലഭിച്ചില്ല. അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. പെട്ടെന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മാവേലിക്കരയിലെ കുടുംബത്തിലേക്ക് ആ രാത്രിയിൽ ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വേദനിക്കപ്പെട്ട ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായി. എങ്കിലും ദൈവം വിശ്വസ്തനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങള് ഇവിടെ കോമല്ലൂര് ഒരു ആലയം പാഴ്സനേജ് പണിയാൻ ഒരു ചിന്ത വന്നു. അങ്ങനെ പാഴ്സനേജ് പണിതു. അവിടെയും ചിലരെ സ്നാനപ്പെടുത്താനും ദൈവകൃപയിലേക്ക് നയിക്കാനും ദൈവം സഹായിച്ചു. അങ്ങനെ ശുശ്രൂഷപരമായ ഓരോ സ്റ്റെപ്പുകൾ മുൻപിലേക്ക് വെക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ വെച്ചാണ് ഞാൻ ഓർഡിനേഷൻ എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായത് 2012. അതിനുശേഷം ചില നാടുകൾ വിദേശത്ത് വിസിറ്റ് കടന്നു പോകാനും ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. അതിനുശേഷം ഞാൻ കോമല്ലൂരിൽ നിന്ന് ആലപ്പുഴ നോർത്ത് സെക്ഷനിൽ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേലയ്ക്കായി കടന്നുപോയത്. അതൊരു തീരദേശ പ്രവർത്തനമാണ്. ഓരോ ഇടങ്ങളിൽ മാറുമ്പോൾ അതിൻ്റെതായ വളരെ പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിച്ചു. അവിടെയും ആൾക്കാരെ തീരെ ചുരുക്കമാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മുമ്പ് ദൈവാസം പറഞ്ഞത് ആരാധനയ്ക്ക് ഞാൻ ചോദിച്ചു എത്ര പേര് വരും, 14 പേരെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞത്. ആദ്യത്തെ ആരാധനയ്ക്ക് ചെന്നപ്പോൾ ആകപ്പാടെ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലുള്ള വേദനിക്കപ്പെട്ട അനുഭവങ്ങളിലായിരുന്നു ഞങ്ങൾ അവിടെ ആരാധിപ്പാനായിട്ട്. അവിടെയും ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? അത്ഭുതകരമായും അതിശയകരമായും നിലനിർത്തി. 4 വർഷക്കാലം ആ ദേശത്ത് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ട് പലരെയും സ്നാനപ്പെടുത്താൻ ദൈവം കൃപ നൽകി. അതുമാത്രമല്ല, പിന്നെ അവിടെ ഇരിക്കുമ്പോഴാണ് നേതൃത്വ സ്ഥാനത്തേക്ക് വരാനും ദൈവം ഒരവസരം. ഒരു ആദ്യം സെക്ഷന്റെ സെക്രട്ടറി ആകാനും പിന്നീട് സെക്ഷന്റെ പ്രസ്പെക്ടർ ആകാനും ഒക്കെ ദൈവം സാവകാശം ഒരുക്കി. 2018 ഞങ്ങളുടെ മൂത്ത പൈതൽ +2 കഴിഞ്ഞു. അവന്റെ ഹയർ സ്റ്റഡിയുടെ സമയമായി. അപ്പോൾ തന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു, കർത്താവേ അതിന് യോഗ്യമായ ഒരു ക്രമീകരണങ്ങളെ തരണം എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ബന്ധത്തിലാണ് 2018 ഞങ്ങൾക്ക് അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക്, നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ തന്നെ ഒരു സഭയുണ്ട്, ബദേൽ അസംസ്കൃത ചർച്ച് കുക്കടപ്പള്ളി, ആ സഭയുടെ ശുശ്രൂഷകനായി ദൈവം ഒരു സാവകാശം ഒരുക്കി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഹൈദരാബാദിലേക്ക് കടന്നു പോകുവാൻ ദൈവം സാവകാശം ഒരുക്കി. അവിടെയും
ദൈവം അത്ഭുതകരമായ പല പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കത്തില്ല. അവിടെയും ചില പണികൾ അതിന്റെ ആരംഭം കുറിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. പ്രത്യേകിച്ച് ഞങ്ങള് അവിടെ എനിക്ക് മുമ്പിരുന്ന ദേവദാസൻ അവിടെ സ്ഥലം വാങ്ങിച്ചിരുന്നു, എന്നാൽ ആലയം പണിയാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ സഭ വളരെ ആത്മാർത്ഥതയോട് ഒരാലയം പണിയേണ്ടതിന് അവരെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ സാമ്പത്തികമായ നന്മകളൊക്കെ കരുതി വെച്ചു. എങ്കിലും അതിനൊരു തുടക്കം ഇടാൻ സാധിച്ചിരുന്നില്ല. ഞങ്ങൾ ചെന്നു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ദൈവസഭയ്ക്ക് ഒരു അടിസ്ഥാനം ഇടാനും അത് പണിയുവാനും അതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിക്കത്തക്കവണ്ണം ദൈവം ഞങ്ങളെ പ്രത്യേകിച്ച് കോവിഡ് സമയങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും അവിടെ നിലനിർത്തുകയും സഹായിക്കുകയും ചെയ്തു. അത് പറയുമ്പോഴാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ മൂത്ത പൈതൽ ദൈവം അവന്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂത്ത പൈതല് പ്രീ ഡിഗ്രി +2 കഴിഞ്ഞു. അവന് എഞ്ചിനീയറിങ്ങിന് ചേരാൻ അവന് ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിഷൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അഡ്മിഷന് വലിയ എമൗണ്ട് ആണ് അവർ ചോദിക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ അങ്ങനെ പറയുന്ന എമൗണ്ട് കൊടുക്കാനില്ല. വളരെ ആകുലപ്പെട്ടു. ഞങ്ങൾ ആദ്യം കോളേജുകാർ പറഞ്ഞു നമുക്ക് ലോണൊക്കെ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായത്. എന്നാൽ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവര് പറയുന്ന ഒരു പാസ്റ്ററാണ്, അതുകൊണ്ട് ലോൺ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ആകുലതയോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിപ്പാനായിട്ടിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സഭയിലെ ഒരു കുടുംബം അവർക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടതായ ഒരു അവസ്ഥ വന്നു. പെട്ടെന്ന് ഞാൻ വാഹനത്തിൽ അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുവാൻ അവരുടെ കൂടെ ഞങ്ങൾ കടന്നു പോകുന്ന സമയത്ത് കുറച്ചു ദൂരം യാത്ര ചെയ്ത സമയം എന്നോട് പറഞ്ഞു, പാസ്റ്റർ വണ്ടി ഒരു സൈഡിൽ തിരക്കില്ലാത്തടത്ത് ഒന്ന് നിർത്തണം. ഞാൻ വിചാരിച്ചു വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും എന്ന് വിചാരിച്ച് അല്പസമയം മുമ്പോട്ട് വണ്ടി നിർത്തി ഞാൻ സൈഡിൽ വണ്ടി ഒതുക്കി. നിർത്തി കഴിഞ്ഞപ്പോൾ ആ പ്രിയ പിതാവ് എൻ്റെ കയ്യിലേക്ക് ഒരു കവർ എടുത്ത് തരികയാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതിനകത്തിൽ 50,000 രൂപയായിരുന്നു ആ കവറിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് മോന്റെ അഡ്മിഷന് വേണ്ടിയുള്ള ആ കാശാണ് പാസ്റ്റർ എന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം, അവൻ വലിയവനാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും രുചിച്ചറിയാൻ കൃപ നൽകി ആ കാശ് കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞിന് അഡ്മിഷൻ എടുത്തു. കൃപയാൽ അവന്റെ ഒരു ഫീസും ചില സമയത്ത് അല്പസമയം താമസിച്ചു എന്നല്ലാതെ മുടക്കമില്ലാതെ ആ കോഴ്സ് പൂർത്തീകരിപ്പാൻ ദൈവം തക്ക സമയത്ത് ചിന്തിക്കാത്ത വ്യക്തികളിൽ കൂടെയൊക്കെ നന്മകളെ നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇതെല്ലാം ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്നു. ഈ ദൈവം ചെയ്ത എത്രയോ അത്ഭുതകരമായ വഴികൾ വർണ്ണിച്ചാൽ അവർണ്ണനീയമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഇതെല്ലാം പറഞ്ഞു വരാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി മാത്രം സമയങ്ങൾ വേർതിരിച്ചത്. ഒത്തിരി അത്ഭുതങ്ങളായിരുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. അതിന് ഓർപ്പിച്ചല്ലോ, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതിൽ ഒത്തിരി നിന്ദകളും വേദനകളും അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പല വിധത്തിൽ ഒറ്റപ്പെട്ട ഒരു അനുഭവമാണ്. ഞാനും എൻ്റെ കുടുംബവും എല്ലാവരാലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ. കാരണം മറ്റൊന്നുമല്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, ജോലി ചെയ്യേണ്ടവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. എന്നാൽ ഇന്ന് വരെ ആരുടെ മുമ്പിൽ പോയി തല കുനിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം വിശ്വസ്തനായിരിക്കും. അവൻ ഒരിക്കലും വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല. കാരണം എൻ്റെ ജീവിതത്തിന്റെ അനുഭവം അങ്ങനെയായിരുന്നു. എല്ലാം തക്ക സമയമാകുമ്പോൾ ചിന്തിക്കാത്ത പ്രവർത്തിക്കാത്ത വ്യക്തികളെ ദൈവം ഒരുക്കുന്നു. കോവിഡ് സമയത്തൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കുടുംബം അവര് ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ കോവിഡിനാൽ ഭാരപ്പെടുന്ന അനേകർക്ക് ആശ്വാസമായി തീരാൻ ഒരു പോസ്റ്റ്മാൻ എന്ന നിലയിൽ എന്നെ ഉപയോഗിച്ചത് ഞാൻ ഓർക്കുന്നു. അനേക 1000 രൂപകളാണ് പലർക്കും അയച്ചു കൊടുക്കാൻ. കാരണം ആ ഒരു കുടുംബം എന്നെ ഏൽപ്പിച്ചു. ഞാൻ 1 രൂപ പോലും അതിൽ നിന്ന് എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാതെ ഈ തന്ന കാശെല്ലാം വിശ്വസ്തയോടെ
ഞാൻ പലർക്കും എന്ത് ചെയ്തു, ആ കോവിഡ് സമയത്ത് ചെയ്യാനും ദൈവം എന്നെ ബലപ്പെടുത്തി. ഇന്ന് 2022 ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് നാട്ടിലേക്ക് പിന്നെയും മടങ്ങി വന്നു. കോഴഞ്ചേരി സെക്ഷനിൽ പൂവത്തൂർ അസംബ്ലി സഭയുടെ ഉള്ള ബന്ധത്തിൽ ഞങ്ങൾ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഉണർവിന്റെ ഈറ്റില്ലമായിരുന്ന വലിയ ഉണർവ് നടന്ന ഒരു സ്ഥലമാണ് പൂവത്തൂര്. അവിടെയും കർത്താവിന്റെ പേരോട് ബന്ധത്തിൽ 3 വർഷക്കാലം ശുശ്രൂഷിച്ചു. അവിടെ വരുമ്പോഴാണ് എന്റെ ശുശ്രൂഷപരമായ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള തടസ്സങ്ങൾ പലതും മാറി കിട്ടാനും ഇടയായി തീർന്നത്. എൻ്റെ മൂത്ത സഹോദരൻ UK കൊണ്ട് പല പ്രാവശ്യവും തനിക്ക് എന്നെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായി, പരിശ്രമിച്ചുവെങ്കിലും പല പ്രാവശ്യവും വിസ റിജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. 2022 അദ്ദേഹം പിന്നെയും പരിശ്രമിച്ചപ്പോൾ പൂവത്തൂരിരിക്കുമ്പോഴാണ് എനിക്ക് UK കടന്നു പോകാനും അവിടെ അങ്ങനെ ദൈവത്തെ ഉയർത്താനും ദൈവം അവകാശം ഒരുക്കിയത്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ പല ഇടങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവം ഇടവന്നു. ചെറിയൊരു സഭയാണെങ്കിലും വളരെ ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിരുന്നു ആ പൂവത്തൂര് ദൈവസഭ. അതിനുശേഷം 2025 മുതൽ ഞങ്ങളിപ്പോ പൂവം തുരുത്തിൽ കോട്ടയം സെക്ഷൻ ചങ്ങനാശ്ശേരി സെക്ഷനിൽ പൂവം തുരുത്തിൽ ഇപ്പൊ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇതും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ്. ഇവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവസഭയാണ്. ഈ സെക്ഷനിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ്. ഞങ്ങള് നേരത്തെ ഈ നാട്ടകത്ത് വന്നതുകൊണ്ട് ഈ സഭയായിട്ടൊരു നല്ല ബന്ധം അന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു നാട്ടകത്ത് ഞങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് ആ സ്നേഹബന്ധം പിന്നെയും ഊട്ടിയുറപ്പിക്കാനും ഇന്നും ഇവിടെയും കർത്താവ് തന്റെ പ്രവൃത്തികളെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരു സമയത്തും ഞങ്ങളെ നിരാശരാക്കാൻ അനുവദിച്ചിട്ടില്ല. കാരണം ദൈവം വലിയവനാണെന്ന് ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടവന്നു. എൻ്റെ സ്നേഹിതരും എന്നെ ബഹുമാനിക്കുന്നവരൊക്കെ ഒത്തിരി പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതാണ് ഞാൻ ഇന്ന് വരെ നിലനിൽക്കാൻ ഇടയായത്. കാരണം പലയിടങ്ങളിൽ ചെല്ലുമ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി മാതാക്കൾ എൻ്റെ പിന്നിൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അവരൊക്കെ പലരും ഇന്ന് നിത്യതയിലേക്ക് മാറ്റപ്പെട്ടെങ്കിലും അവരുടെ പ്രാർത്ഥനയുടെ ബലമാണ് ഞാൻ ഇന്നയോളം നിൽക്കുന്നത്. എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമാണ്, കർത്താവിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും മാറ്റങ്ങളെ വരുത്തും. അവൻ കൈവിടത്തില്ല, അവൻ നിലനിർത്തും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നെങ്കിൽ ഏതെങ്കിലും കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളായിട്ട് നിരാശരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ നിരാശപ്പെടണ്ട. കാരണം എന്റെ നിരാശയെ മാറ്റിയ, എന്നെ ജയോത്സവമായി നടത്തിയ ദൈവം നിങ്ങളെയും നടത്താൻ വിശ്വസ്തനാണ്. ആയതുകൊണ്ട് കർത്താവിന്റെ പേരിൽ ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരണം. ലോകത്തിന്റെ സംഭവങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ തിറവുള്ളവരും ആത്മനിയോഗമുള്ളവരും ആത്മശക്തിയുള്ളവരുമായി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം വൻ കാര്യങ്ങളെ നമ്മിലൂടെ ചെയ്യുവാനായിട്ട് ഇടവരും. ആയതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ നിലനിൽക്കുക, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. ആയതുകൊണ്ട് വരുന്ന നാളുകളിൽ അങ്ങനെ കർത്താവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന കർത്താവിൽ ബഹുമാന്യ ഡാനിയൽ ജോൺ പാസ്റ്ററോടും ടീം അംഗങ്ങളോടും പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. കാരണം ഈ കാലഘട്ടങ്ങളിൽ ആരോമ ടിവിയിലൂടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും ഹൃദയസ്പർശികളായി തീരുന്നു. അനേകർക്ക് ആശ്വാസത്തിനും ബലത്തിനും കാരണമായി തീരുന്നു. കർത്താവിന്റെ ദാസൻ ഇത്ര സമയം വേറിട്ടിരുന്ന് ഇത് കേൾക്കുവാനും ഇതിനു വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്തതിൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ആരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നിത്യനായ ഞങ്ങളുടെ ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനെന്നും വിശ്വസ്തനെന്നും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയത് ഈ സമൂഹത്തിന് പ്രയോജനപ്പെടേണ്ടതിന്, അവിടുത്തെ രാജ്യത്തിന് മഹത്വം വെളിപ്പെടേണ്ടതിന് പങ്കുവയ്ക്കുവാൻ
ഈ പകലിൽ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തോടോ വേദനയോടോ രോഗത്തോടോ പ്രതിസന്ധിയോടോ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഈ ദൈവശബ്ദം അർത്ഥപൂർണവും സന്തോഷപൂർണവും അനുഗ്രഹപൂർണമാക്കി തീർത്ത് അവരെയും വിടുവിക്കേണ്ടതിനും അവരുടെയും ജീവിതത്തിൽ ആശ്വാസത്തിനും വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിനും കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകർക്ക് വരും നാടുകളിൽ ദൈവ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകർന്ന് അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു കർത്തദാസനെ, ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കോശി ജോൺ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലം, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടു സഹോദരങ്ങൾ, രക്തബന്ധങ്ങൾ, പ്രിയപ്പെട്ടവർ, ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ബാല്യകാലത്തിലെ പല ഓർമ്മകൾ പങ്കുവച്ചു. വളരെ അനുസരണയോടും ഭയഭക്തിയോടും വളർത്തപ്പെട്ട കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. അതൊക്കെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ നല്ല അനുഭവങ്ങളും ഓർമ്മകളും പേറിക്കൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കിട്ടിയ അവസരം, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കുവാനും ദൈവരാജ്യത്തിൽ ഒരു ശുശ്രൂഷക്കാരനായിരിക്കാനും കർത്താവ് തിരഞ്ഞെടുത്ത ആ നല്ല തിരഞ്ഞെടുപ്പിനായി, ആ സമർപ്പണത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിലപ്പെട്ട നല്ല അനുഭവങ്ങളും ഓർമ്മകളും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവ് ദാസിനെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷ മണ്ഡലത്തിൻ്റെ വിവിധ തലങ്ങളെ ദൈവം മാനിച്ചാദരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹവും വേറിട്ട അനുഭവമായി തീർന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.